ലാലേട്ടൻ എത്തനിക് വേഴ്സിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. ഒരു ആനച്ചന്തം എന്നൊക്കെ പറയത്തില്ലേ, പ്രോപ്പർ ആയിട്ട് സ്ലിം ഫിറ്റ് ആയിട്ടുള്ള ട്രൗസേഴ്സ് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. കാല് ചെറുതാവുന്ന സമയത്ത് എന്തുണ്ടാവും, മൊത്തത്തിൽ ഡ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോ മുതൽ ഷോൾഡർ വരെ നമുക്കൊരു ഇൻവേർട്ടഡ് കോൺ ഷേപ്പ് കിട്ടും, ഒരു ഐസ്ക്രീം കോണിന്റെ ഷേപ്പ് കിട്ടും. ആ അപ്പർ ബോഡിക്ക് അനുസരിച്ചുള്ള ലോവർ ബോഡി ഇല്ല. വെസ്റ്റേൺ വെയറിലേക്ക് പോകുമ്പോൾ എന്താവും, ഈ ഒരു കോണിക്കൽ ഷേപ്പ് വരും. മമ്മൂക്കാന്റെ കേസ് എടുക്കുന്ന സമയത്ത് പ്രൊപ്പോർഷനേറ്റ് ആണ് കുറച്ചുകൂടി ബോഡി. ഹി ഹാസ് ദ സ്വാഗ്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞ ഇപ്പോഴത്തെ യൂത്തന്മാർ ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത്. മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ സ്റ്റൈലിഷ്, ഹി ഹാസ് ദാറ്റ് ഇൻ ഹിസ് ബ്ലഡ്. അത് ബ്ലഡിൽ ഉള്ളതാണ്. മമ്മൂക്കാനെ പോലെ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സ് വേറെ ഉണ്ടായിരിക്കാം. ചില സമയത്ത് ആ ലുക്കിനെ ക്യാരി ചെയ്യണം, സ്വാഗ് വേണം. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഹാഫ് ദ ജോബ് ഇസ് ഡൺ അല്ലേ. സാമ്രാജ്യത്തില് ജസ്റ്റ് ഒരു പോസ്റ്റർ മമ്മൂക്കാന്റെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഇന്നോ ആ ബിയേഡും കാര്യങ്ങളും ലുക്കും ആൻഡ് ദ വേ ഹി സ്പീക്ക്. ചപ്പൽസ് എന്ന് പറഞ്ഞ വീടിന്റെ പുറത്തിടാനുള്ളതാണ്, ചെരുപ്പും മണ്ണിൽ ചവിട്ടാനുള്ളതല്ലേ, ഇതിന് എത്രയും സ്പെൻഡ് ചെയ്യണം. ഒരു 5000 രൂപയ്ക്ക് ഒരു ചപ്പൽ എടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ ചവിട്ടി നടക്കാനുള്ള പ്രീമിയം ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്, കേടുവരാത്തത് എന്നല്ല അർത്ഥം. അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് നോക്കാൻ പറ്റണം. റോൾസ് റോയ്സ് എടുക്കാനല്ല ബുദ്ധിമുട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനാണ് ബുദ്ധിമുട്ട്. മെൻസ് ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലാക്ക് പാൻസ് ആണ്. ഒന്ന് ഫ്രീക്വന്റ് ആയിട്ടുള്ള വാഷ് കുറയ്ക്കുക. സൺലൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ അഗൈൻ ഇത് ഫോട്ടോ സെൻസിറ്റീവ് ആണ്. മിക്ക ഡൈസും കളേഴ്സ് ഫെയ്ഡ് ആയി പോവും. ഷെയ്ഡിൽ വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ, ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഈ ബ്ലാക്ക് പാൻസ് ഒക്കെ അയൺ ചെയ്യുന്ന സമയത്ത് സിപ്പേഴ്സിന്റെ മുകളിൽ പോക്കറ്റ്സിന്റെ സൈഡിലൊക്കെ ഒരു വൈറ്റ് ഫോം ചെയ്യും. കണ്ണാപ്പി സ്റ്റൈൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മൾ ട്രെൻഡ് ഫോളോ ചെയ്യാന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെൻസി പിള്ളേരൊക്കെ പറയാ ഇതെന്ത് കണ്ണാപ്പി സ്റ്റൈൽ എന്ന് പറയുന്നത്. ഞാനങ്ങനെ കേട്ടിട്ടുണ്ട് പല ആളുകളെയും ഇങ്ങനെ പറയുന്നത്. ബേസിക്കലി ട്രെൻഡ്സിനോടൊപ്പം എങ്ങനെയാണ് ഫോളോ ചെയ്ത് പോവുക? എക്സ്പെഷ്യലി ഇത് ഈ ഓൾഡ് മണി നല്ല പെട്ടെന്ന് കാശുണ്ടാക്കുന്ന ആൾക്കാർ വാണബി സെഗ്മെന്റ് എന്ന് പറയും. എനിക്ക് കാണിക്കണം, എനിക്ക് കാശുണ്ട്, ഞാനും സമ്പാദിക്കണ്ടാ. മാക്സിമലിസ്റ്റിക്കിനെ ക്ലൗൺ ആക്കാൻ വളരെ എളുപ്പമാണ്. കാരണം പ്രോപ്പറായിട്ട് ക്യൂറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കണ്ണാപ്പിയാവും. കേരളത്തിലെ മോസ്റ്റ് വാണ്ടഡ് സ്റ്റൈലിഷിൽ ഒരാളായ ശ്രീനാഥ് മിഖേൽ. സ്റ്റൈലിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു കോൺഫിഡൻസും കൂടെയാണല്ലോ. ഒരു സ്റ്റൈലിഷ് എങ്ങനെയാണ് ആ കോൺഫിഡൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്? സ്റ്റൈലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് കോൺസെപ്റ്റ് ആണ്. എല്ലാ കാറ്റഗറിയിലും സ്റ്റൈലിങ്ങിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാൻ മാത്രമല്ല. എക്സ്പെഷ്യലി ഈ സ്റ്റൈലിംഗ് എന്നുള്ള കോൺസെപ്റ്റ് ഡിറൈവ് ചെയ്ത് വന്നിരിക്കുന്നത് ഈ മാഗസിൻ എഡിറ്റോറിയൽ കോൺസെപ്റ്റിൽ നിന്നാണ്. അപ്പൊ അതിലെന്ന് പറയുന്ന സമയത്ത് നമുക്കൊരു മൂഡ് ഉണ്ടാവും, ഒരു കോൺസെപ്റ്റ് ഉണ്ടാവും. ആ കോൺസെപ്റ്റിലേക്ക് അനുസരിച്ച് നമ്മൾ ആ ഒരു പ്രോപ്പർട്ടി, അതിപ്പോ ഒരു മനുഷ്യനാവാം, അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റ് ആവാം, വാട്ട് എവർ ദ തിങ് ഇറ്റ് ഈസ്, അതിനെ സ്റ്റൈൽ ചെയ്ത് നമ്മൾ ആ കോൺസെപ്റ്റിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശം. അപ്പൊ കോൺസെപ്റ്റ് എന്തുമായിരിക്കാം, വിയേർഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആയിരിക്കും. കാണാൻ ഭംഗി എന്നുള്ള ഒരു കോൺസെപ്റ്റ് അല്ല ഉദ്ദേശിക്കുന്നത്. വാട്ട് എവർ ദ തീം ഇറ്റ് ഈസ്. ചിലപ്പോൾ ഒരു മർഡർ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ഭയങ്കര എറോട്ടിക് ആയിട്ടുള്ള സീനായിരിക്കാം. വാട്ട് എവർ ദ സീൻ ഇറ്റ് ഈസ്, ആ സീനിലേക്ക് നമ്മുടെ ആ ഒരു ഡ്രസ്സിങ് അല്ലെങ്കിൽ മൊത്തത്തിലുള്ള അതിനെ എത്തിക്കുന്നതിനാണ് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. കോൺഫിഡൻസ് ബിൽഡിംഗ് എന്നൊരു അപ്രോച്ച് നമുക്ക് ആകെ വരുന്നത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓൺട്രപ്രനേഴ്സിന്റെ കാര്യത്തിൽ വരുന്ന സമയത്താണ്. അപ്പം നമ്മൾ ഡേ ടു ഡേ ലൈഫിലേക്ക് ഈ സ്റ്റൈലിംഗ്, ആദ്യമൊന്നും ഈ സ്റ്റൈലിസ്റ്റ് എന്നുള്ള വാക്കുകൾ നമുക്ക് ഇങ്ങനെ വളരെ പെട്ടെന്ന് അപ്രോച്ചബിൾ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടായിരുന്നില്ല. മാഗസീൻ ഷൂട്ട്സിൽ, ഫിലിംസിൽ, അങ്ങനെയുള്ള സംഭവ സ്ഥലത്ത് മാത്രമാണ് സ്റ്റൈലിസ്റ്റുകൾ ഉണ്ടാവുക. ഇപ്പോൾ എന്ന് പറയുമ്പോൾ നമ്മൾ വാർഡ്രോബ് കൺസൾട്ടൻസ് എന്ന് പറഞ്ഞിട്ട് വാർഡ്രോബ് സെറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പൊ സിനാന് ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒക്കേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇഫ് യു ആർ എ മൂവി സ്റ്റാർ ഓർ സമ്മൺ, അവർക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂവി പ്രസൻസ് വരുന്നുണ്ട്, മീഡിയ പ്രസൻസ് വരുന്നുണ്ട്. ആ പ്രസൻസിന്റെ സമയത്ത് സ്വാഭാവികമായിട്ടൊരു മനുഷ്യനെ നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ ജഡ്ജ് ചെയ്യും അല്ലെ. നമ്മൾ എത്രയൊക്കെ സ്പിരിച്വലി വയ്ക്കേണ്ട അല്ലെങ്കിൽ ഏത് ലെവലിലാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ രസം ഇങ്ങനെ ആ രീതിയിലാണ്. ആ ഒരു വിഷ്വൽ ഇതിന്നാണ് നമുക്ക് ഫസ്റ്റ് ഒരു അയാളെ കുറിച്ചൊരു ഐഡിയ ഫോം ചെയ്യാം. അപ്പൊ ആ ഐഡിയ ഇപ്പൊ ഞാനിപ്പോ സിനാന്റെ മുമ്പിൽ ഇരിക്കുന്ന സമയത്ത്, എന്നെ കാണുന്ന സമയത്ത് ആ ജഡ്ജ്മെന്റ് പോസിറ്റീവ് ആയിട്ടുള്ള രീതിയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എസ്പെഷ്യലി ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചത് ഗുണമാണ് അല്ലെ. എന്റെ മുമ്പിൽ വന്നിരിക്കുന്ന സമയത്ത് തന്നെ എന്റെ പകുതി ജോലി കഴിഞ്ഞ പോലെ ഇമ്പാക്ട് കിട്ടി നമുക്ക്. അവിടെയാണ് നമുക്ക് ആ കോൺഫിഡൻസ് ബിൽഡിങ്ങിന്റെ കേസ് വരുന്നത്. അതിപ്പോ സ്റ്റുഡൻസിനാണെങ്കിലും ആരാണെങ്കിലും ആ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണ് അത്. അവിടെ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ബേസിക് ആയിട്ട് അവർ പ്രൊപ്പോർഷൻ മനസ്സിലാക്കിയിട്ട് അവർക്ക് ആപ്റ്റ് ആയിട്ടുള്ളത് എല്ലാ ടെമ്പറേച്ചർ സിറ്റുവേഷൻസിലും ഒരേ സ്റ്റൈലിംഗ് പറ്റില്ല. സിനാന്റെ അടുത്ത് പറയുന്നത് സിനാന്റെ അതേ ബോഡി സ്ട്രക്ചർ ഉള്ള ഒരാൾ വേറെ സ്ഥലത്താണെന്നുണ്ടെങ്കിൽ അത് അപ്ലിക്കബിൾ ആവില്ല. ഓക്കെ. ഇപ്പം കേരളത്തിൽ ഇപ്പം യൂത്ത് കൂടുതലും സ്റ്റൈലിങ് കാര്യങ്ങളാണെങ്കിലും അവരുടെ ഡ്രസ് കോഡ്സ് ആണെങ്കിലും കളർ പാലറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഒരു സ്റ്റൈലിഷ് എങ്ങനെയായിരുന്നു നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്?
കേരളത്തിൽ നല്ല എവിടെയാണെങ്കിലും ഇപ്പം മീഡിയയുടെ ഇൻഫ്ലുവൻസ് ആണ്. ഈ എന്താ പറയുക, സ്റ്റൈലിനെ അതിലേക്ക് ഇംബൈബ് ചെയ്യുക എന്നുള്ളതിന് ഉപരിയായിട്ട് ട്രെൻഡിനെ ബ്ലൈൻഡായിട്ട് ഫോളോ ചെയ്യാണ്. അതായത് ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സെലിബ്രിറ്റിയോ ഏതെങ്കിലും ഒരാൾ ഇൻസ്റ്റാഗ്രാമിലോ പിൻട്രസ്റ്റിലോ എന്തെങ്കിലും ഒരു ഫോട്ടോഗ്രാഫോ വീഡിയോ അല്ലെങ്കിൽ അവരുടെ അവാർഡ് ഷോയ്ക്ക് പോകുന്ന എന്തെങ്കിലും ഒരു ഫോട്ടോ കണ്ടു അല്ലെങ്കിൽ ഒരു വീഡിയോയുടെ ഒരു ക്ലിപ്പ് കണ്ടു, ഇപ്പം മൊത്തം ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിറഞ്ഞിരിക്കുന്ന സംഭവമാണ്. അപ്പോൾ ആ സെയിം സംഭവം അതേപോലെ റീക്രിയേറ്റ് ചെയ്യാനാണ് മിക്ക ആൾക്കാരും നോക്കുന്നത്. ഇപ്പോൾ രൺവീർ സിംഗ് ഒരു ഡ്രസ്സ് ഇട്ടിട്ട് ആ ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ആ സെയിം സാധനം നമ്മൾ റിപ്ലിക്കേറ്റ് ചെയ്തിട്ട് നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഭംഗി ഉണ്ടാവണമെന്നില്ല. വൈ? ബിക്കോസ് ആളുടെ ബോഡി പ്രൊപ്പോർഷൻ സംഭവങ്ങളൊക്കെ വ്യത്യാസമാണ്. നമ്മളൊരു ഫോട്ടോ കണ്ട് അല്ലെങ്കിൽ ഒരു ആക്ടറിനെ അല്ലെങ്കിൽ അത്ലറ്റിനെ ഒരു മോഡലിനെ കണ്ടിട്ട് നമ്മൾ വിചാരിക്കും അയാളുടെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അതേപോലെ കിട്ടുന്നത്. ഒരിക്കലും ആ ഡ്രസ്സല്ല, ആ ഫോട്ടോയുടെ അല്ലെങ്കിൽ വീഡിയോയുടെ ആസ്തെറ്റിക്സിനോടാണ് നമുക്ക് ഇഷ്ടം വരുന്നത്. ആ പെർട്ടിക്കുലർ വ്യക്തിയുടെ ബോഡി ടൈപ്പിൽ ആ ഡ്രസ്സ് ഇട്ടിട്ടുള്ള ഫോട്ടോഗ്രാഫിന്റെ ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും ലൈറ്റിംഗ് ഒക്കെ വെച്ചിട്ടുള്ള ഫോട്ടോ ഭംഗിയുണ്ട്. നമുക്ക് വേണ്ടത് ആ ആസ്തെറ്റിക്സാണ്. ആ ആസ്തെറ്റിക്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചേഞ്ചസ് നമ്മൾ വരുത്തിയിട്ട് നമുക്ക് നമ്മുടേതായിട്ടുള്ള അറ്റീർ മേക്ക് ചെയ്താൽ നമുക്ക് ആ ഭംഗി കിട്ടുള്ളൂ. ബ്ലൈൻഡായിട്ട് വിക്ടിം ആവുക എന്ന് പറയും. ഇപ്പം നമ്മൾ ഓവർ ലെയറിംഗ് ഒക്കെ ചെയ്തിട്ട് കേരളത്തിലെ ആൾക്കാർ നടക്കുന്നത് നമ്മൾ കാണാറുണ്ട്. ടെമ്പറേച്ചറിന് അത് ഒരിക്കലും നമുക്കത് സ്യൂട്ടബിൾ അല്ല. ബ്ലൈൻഡ് ഫോളോയിങ് ഒരിക്കലും പറ്റില്ല. കാരണം ഓരോരുത്തരുടെ ആവശ്യം വർക്ക് ചെയ്യും. ഇപ്പോൾ സിനാൻ നമ്മളിപ്പോൾ ഈ പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു എയർ കണ്ടീഷൻഡ് ആയിട്ടുള്ള റൂമിലാണ് ഇരിക്കുന്നത്. ആ സ്ഥലത്ത് ഇപ്പം നമ്മളിടുന്ന ഡ്രസ്സിങ് നമ്മുടെ ഈ ഡ്രസ്സിങ് കണ്ടിട്ട് ഫുൾ ടൈം ഒരു ഔട്ട്ഡോർ വർക്ക് വരുന്ന ഒരാൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വർക്കൗട്ട് ആവില്ല. 1-2 ദിവസം ആ ഒരു ജോഷിൽ ആരംഭശൂരതയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്യണം അല്ലെങ്കിൽ ഒരു സ്റ്റൈൽ കോഷ്യന്റ് ഉണ്ടാക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറ്റില്ല. കേരളത്തിൽ നല്ല മിക്ക സ്ഥലത്തും ഉണ്ടാവുന്നത് അത് എല്ലാവർക്കും ഉള്ളത് തന്നെ മീഡിയ ഇൻഫ്ലുവൻസ് ആണ്. മീഡിയ ഇൻഫ്ലുവൻസ് പറഞ്ഞാൽ റൈറ്റ് ആയിട്ട് ഇൻഫ്ലുവൻസ് ആവണമെന്നില്ല. മിക്ക മെജോറിറ്റി അതിന് വിക്ടിം ആവുകയാണ്. അതുകൊണ്ടാണ് ഒരു ട്രെൻഡ് ബേസ്ഡ് ആയിട്ടുള്ളതാണ്. ഇപ്പോൾ ബാഗിയാണ് ട്രെൻഡായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ ബാഗി ഫോളോ ചെയ്യും. വേറെ എന്തെങ്കിലും ആണെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യും. ഇപ്പോൾ ബാഗി എന്ന് പറഞ്ഞൊരു സ്റ്റൈലാണ് അല്ലെങ്കിൽ ലൂസായിട്ടുള്ള ആ ഒരു ഫിറ്റാണ് ഇപ്പോൾ ഒരുപാട് കാലമായിട്ട് നിലനിന്നുകൊണ്ടിരിക്കുന്നത്. അത്രയും ലൈഫ് കിട്ടിയിട്ടുള്ള വേറെ സ്റ്റൈൽ ഉണ്ടോ എന്ന് ചോദിച്ചില്ല. പിന്നെ ഇപ്പോൾ ആൾക്കാർക്ക് എന്ത് തോന്നും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓവറായിട്ടുള്ള റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു അറ്റയർ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് ഇമ്മീഡിയറ്റ് ആയിട്ട് വരുന്ന ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത് വളരെ ക്ലാസി ആയിട്ടുള്ള സംഭവമായിരിക്കും. ബാഗി സ്റ്റൈൽ നോക്കുകയാണെങ്കിൽ വളരെ റിലാക്സ്ഡ് ആയിട്ടുള്ള വളരെ ചിൽ വൈബ് സംഭവമാണ്. ഈ സെയിം സംഭവത്തിന് പിന്നെ എപ്പോഴും പോവുക ഭയങ്കര ക്ലാസ്സാണ്. കാരണം ആൾക്കാർ നമുക്ക് മൈൻഡിന് എപ്പോഴും അങ്ങനെ നമുക്കൊരു സ്റ്റൈൽ കുറേ നാൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഭയങ്കര എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ചേഞ്ച് ആഗ്രഹിക്കും. അതുകൊണ്ടാണ് ഓൾഡ് മണി അത് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഫേമസ് ആയിട്ട് വന്നത്. അപ്പോൾ ഓൾഡ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ആൾക്കാർ ചെയ്യുന്നത് ജസ്റ്റ് കുറച്ച് കളർ കോമ്പിനേഷൻസ് ഉണ്ടാവും. ബർഗണ്ടിയുടെ ഒപ്പം മൈവറി പാൻറ്, ബ്രൗണിൻ്റെ ഒപ്പം ലൈറ്റ് ബേജ് പാൻറ്, അങ്ങനത്തെ പെയർ ചെയ്യണം. കുറച്ച് ജ്വല്ലറീസും കുറച്ച് ഓർണമെന്റ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾഡ് മണി. അത് തെറ്റോ ശരിയെന്ന് പറയാൻ നമ്മൾ ആരുമല്ല. പക്ഷെ അതല്ല അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള വേ. അങ്ങനെ ചെയ്തുകൊണ്ട് ലോങ് റണ്ണിൽ നമുക്കൊന്നും സെറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പം ChatGPT ഇപ്പോൾ യൂസ് ചെയ്തിട്ട് ഡ്രസ്സ് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഈ പറഞ്ഞ ഓൾഡ് മണി സ്റ്റൈൽ വരുവാണെങ്കിൽ ഈ നമ്മുടെ ഉള്ളത് ആയിട്ട് മാച്ച് ആവുന്ന ഏതാണെന്നുള്ള രീതിയിൽ ഇപ്പം അത് ബേസിക്കലി റൂൾസ് നോക്കാൻ നേരത്ത് നമ്മുടെ ഒരു ഫേസ് റൗണ്ട് ഫേസ് ആണോ അതും കൂടെ ഡിപ്പെൻഡബിൾ ആണല്ലോ. ഇല്ലെങ്കിൽ നമ്മുടെ ഹൈറ്റിൻ്റെ 1/3 വരുന്നുണ്ടോ, അങ്ങനത്തെ റൂൾസിനെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടോ ChatGPT വർക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അതെങ്ങനെയാണ് ഇതൊക്കെ? ബേസിക് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ, സിമ്പിളായിട്ട് പറഞ്ഞു തരും. ഇപ്പോൾ ChatGPT ആയിട്ട് എന്തായിക്കോട്ടെ, ഇതൊക്കെ ഒരു ജനറലൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് പറയണതാണ്. ഒരു വ്യക്തിയെ വെച്ചെടുത്തോളം അത് പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡാറ്റയാണ്. ജനറലൈസ്ഡ് ആയിട്ടുള്ള ഡാറ്റ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്താലും ജനറലൈസ്ഡ് ആയിട്ടുള്ള റിസൾട്ടേ വരുള്ളൂ. കിട്ടിക്കൊണ്ടിരിക്കുള്ളൂ. സ്പെഷ്യൽ ആയിട്ട് നമുക്കൊന്നും കിട്ടില്ല. ഇപ്പോഴത്തെ ആൾക്കാരുടെ ആവശ്യം എന്താ, ഇപ്പോൾ അത്രയും എന്താ പറയുക ഫാഷൻ ബ്രാൻഡ്സും സംഭവങ്ങളൊക്കെ കൂടുന്ന കാരണം എല്ലാവർക്കും ഒന്ന് വെറൈറ്റി ആയിട്ട് നിൽക്കണം. എല്ലാവരും ഇട്ടത് ഇപ്പം ഞാൻ കയറി വരുന്ന സമയത്ത് സിനാനെ വേറെ ചെയ്തിരിക്കുന്നത് എൻ്റെ അതേ കളർ പോലെ ആണെങ്കിൽ പോലും ഇറ്റ് കൈൻഡ് ഓഫ് ഫീൽസ് ലൈക്ക് എന്തോ ഓടായിട്ട് നിൽക്കണ പോലെ തോന്നും. എല്ലാവർക്കും വെറൈറ്റി ആയിട്ട് നിൽക്കണം. അപ്പം അങ്ങനെയുള്ള കേസിൽ ChatGPT തരുന്നത് എന്താ, അവർക്കൊരു ഇൻഫർമേഷൻ ഉണ്ടാവും. ആ ഇൻഫർമേഷൻ്റെ ബേസിൽ 6 feet ഹൈറ്റ് ഉണ്ട്, റൗണ്ട് ഫേസ് ആണ്, അങ്ങനെയാണെങ്കിൽ എന്ത് കൊടുക്കാം. പക്ഷെ അത് മാത്രമല്ല പാരാമീറ്റർ. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു സംഭവമാണ് റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്നത്. റൂൾ ഓഫ് തേർഡ് എന്ന് പറഞ്ഞാൽ മൊത്തം ബോഡീനെ നമ്മൾ 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ എത്ര പാർട്ട് നമുക്ക് അപ്പർ ബോഡി ആക്കണം, എത്ര പാർട്ട് ലോവർ ബോഡി. സിമ്പിളി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ബോഡി നമുക്ക് എപ്പോഴും 1/3 ലോവർ ബോഡി 2/3 ആയിട്ട് ഫീൽ ചെയ്യണം. വളരെ മനസ്സിലാക്കാൻ പറഞ്ഞാൽ അപ്പർ ബോഡി ചെറുതായിട്ടും ലോവർ ബോഡി നമുക്ക് വലുതായിട്ടും തോന്നണം ഡ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. പക്ഷെ കണ്ണ് നോക്കുന്ന സമയത്ത്, ഞാൻ നോക്കുന്ന സമയത്ത് ഇത് അപ്പർ ബോഡി ഇത് ലോവർ ബോഡി, കണ്ണിന് അതൊന്നും അറിയില്ല. കണ്ണ് ഇപ്പോഴും മനസ്സിലാക്കുന്നത് എങ്ങനെയാ, കളേഴ്സിന്റെ ബേസിസിലാണ്. പ്രൊപ്പോർഷൻ സിമെട്രിക്കലായിട്ട് കണ്ണ് മനസ്സിലാക്കണേക്കാൾ മുന്നേ കണ്ണ് മനസ്സിലാക്കുന്നത് കളേഴ്സിന്റെ ബേസിസിലാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു വൈറ്റ് ഷർട്ട് വെയർ ചെയ്തിട്ടുണ്ട്,
ഒരു ബ്ലാക്ക് പാൻസ് വെയർ ചെയ്തിട്ടുണ്ട്. വൈറ്റ് ഷർട്ട് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു അതുവരെയാണ് കണ്ണിന് അപ്പർ ബോഡി. ബ്ലാക്ക് പാൻറ് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കുന്നു അതുവരെയാണ് കണ്ണിന് ലോവർ ബോഡി. ഇപ്പൊ നമ്മൾ ഷർട്ട് ടക്ക് ഔട്ട് ചെയ്തിരിക്കുകയാണ്, അപ്പൊ പാൻസ് ഓൾറെഡി ഉള്ളിൽ തുടങ്ങുന്നുണ്ട്, പക്ഷെ അത് വിസിബിൾ അല്ല കണ്ണിന് പാൻസ്. അപ്പൊ ഷർട്ടിന്റെ ലെങ്ത് ഏതുവരെ വരുന്നുണ്ടോ അവിടെ നിന്ന് മുതലാണ് പാൻറ് തുടങ്ങുന്നത്. പിന്നെ അതിന്റെ ഒപ്പം വീണ്ടും ഒരു വൈറ്റ് ഷൂ പെയർ ചെയ്താലോ പാൻസിന്റെ ലെങ്ത് എവിടെ എൻഡ് ചെയ്യുന്നോ അവിടെ നിന്ന് കട്ടായി വീണ്ടും തേർഡ് ആയിട്ടുള്ള പോർഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ നമ്മുടെ സജഷൻ അല്ലെങ്കിൽ ജനറലൈസ് ഇതൊക്കെ എന്ന് പറയുന്നത് ഒരു സൈക്കോളജിക്കൽ എഫക്റ്റ് ആണ്. അതായത് എല്ലാവരും ഇങ്ങനെ ചെയ്യണമെന്ന് യാതൊരുവിധ നിർബന്ധങ്ങളും ഇല്ല. പക്ഷെ മാസമായിട്ടുള്ള ഒരു ആൾക്കാരുടെ സൈക്കോളജി എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ടോൾ ആയിട്ടുള്ള ഒരു ഫിഗർ, എക്സ്പെഷ്യലി ജെൻസിന്റെ ഫിഗർ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും പറയും അപ്പർ ബോഡിയിൽ ഡൊറിറ്റോ ഫിഗർ വേണം, ഇൻവേർട്ടഡ് ട്രയാംഗിൾ ഫിഗർ വേണം. മലയാളത്തിൽ ഇപ്പോൾ നമ്മൾ ജിമ്മിലൊക്കെ പോകുന്ന സമയത്ത് പറയും വി ഷേപ്പ് വേണം എന്നൊക്കെ പറയും. ആ ഡൊറിറ്റോനെ എപ്പോഴും ഹോൾഡ് ചെയ്യാൻ, ആ ഒരു പോസ്റ്റർ എപ്പോഴും ഹോൾഡ് ചെയ്യാൻ ഭംഗി ഉണ്ടാവുക കുറച്ച് ഹൈറ്റിൽ വെച്ചാലാണ്. അല്ലെങ്കിൽ ഇരുന്ന് ഷോർട്ട് എൻഡ് ആയിട്ടുള്ള ഭയങ്കര സ്റ്റൗട്ടി ആയിട്ടുള്ള ഭയങ്കര കുള്ളനായിട്ടുള്ള ഒരു എഫക്റ്റ് വരും. അപ്പൊ അതിനെ പ്രൊപ്പോർഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എപ്പോഴും ടോൾ ആയിട്ടുള്ള മോഡൽസിനാണ് മിക്ക ഡിസൈനേഴ്സ് യൂസ് ചെയ്യുക. ഇപ്പൊ ഹൈറ്റ് കുറഞ്ഞ സെലിബ്രിറ്റീസും ഒക്കെ ഫോട്ടോഷൂട്ടിലൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് അവരോട് ലോ ആംഗിളിൽ വെച്ച് ഫോട്ടോ എടുക്കണമെന്ന് അവർ ഇങ്ങോട്ട് തന്നെ സജസ്റ്റ് ചെയ്യും. അതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ അതിന്റെ പ്രൈമറി ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടോൾ ആയിട്ടുള്ള ഒരു വ്യക്തിയിൽ അല്ലെങ്കിൽ ആ ഒരു ടോർസോ ആ ഒരു സംഭവത്തിൽ നമ്മൾ ഡ്രസ്സിനെ പ്രസന്റ് ചെയ്യുന്ന എക്സ്പെഷ്യലി കളർ കോർഡിനേറ്റ് ചെയ്തിട്ടുള്ള അറ്റയറിനെ പ്രസന്റ് ചെയ്യുന്ന സമയത്ത് കാണാൻ ഭംഗിയുണ്ടാവും. അപ്പോൾ ഇതിൽ നമുക്ക് ചിന്തിച്ച് നോക്കിയും അപ്പോൾ ഈ വൈറ്റ് ഷർട്ടിന് നമുക്ക് ലോവർ ബോഡിയുടെ പ്രൊപ്പോർഷൻ 2/3 ആക്കണം, കൂട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷർട്ട് ഏറ്റവും ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഷർട്ട് ടക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് വേസ്റ്റ് ലൈൻ നമുക്ക് കാണാൻ പറ്റും. അപ്പം മാക്സിമം നമുക്ക് ശരിക്കും അതിന് വേസ്റ്റ് ലൈനും കാര്യങ്ങളും ഡിഫറെന്റ് ആയിട്ടുള്ള ഡ്രേപ്പിംഗ് എന്നാ പറയാ, ഹൈ റൈസ്, ലോ റൈസ്, മിഡ് റൈസ് അങ്ങനത്തെ സംഭവങ്ങൾ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ വൈറ്റ് ഷർട്ട്, ബ്ലാക്ക് പാൻറ്, വീണ്ടും ഒരു വൈറ്റ് ഷൂ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൻറിന്റെ ലെങ്ത് എവിടെ എൻഡ് ചെയ്യുന്നു അവിടെ മുതൽ നമുക്കൊരു ഫ്ലോട്ടിംഗ് എഫക്റ്റ് ഗ്രൗണ്ട് ചെയ്യപ്പെടുന്നില്ല. അപ്പൊ ലോവർ സിസ്റ്റത്തിനെ ഓപ്പൺ ആക്കുക എന്ന് പറയും. ലോവർ സിസ്റ്റത്തിനെ ഓപ്പൺ ആക്കുക എന്ന് പറഞ്ഞാൽ പാൻസിന്റെ ഷെയ്ഡ് ഏതാണോ ആ ഷെയ്ഡിന് മാച്ചിങ് ആയിട്ടുള്ളത്, മോണോക്രോമാറ്റിക് നമ്മൾ പറയും, സിമിലർ ആയിട്ടുള്ള ടോൺസിൽ സോക്സും ഷൂ ഇട്ട് കഴിഞ്ഞാൽ സാധാരണ പാൻറിന്റെ ലെങ്ത് എൻഡ് ചെയ്യുന്ന സ്ഥലത്ത് എൻഡ് ആവുന്ന ഹൈറ്റ് നമുക്ക് ടോ വരെ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ഒരു ഇല്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും കാണുന്ന സമയത്ത്. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ലെങ്ത് ഇത് എപ്പോഴും പറയുന്നത് ക്ലോസ് പ്രോക്സിമിറ്റിയിലല്ല, നമുക്ക് നമ്മളെ മിററിൽ, നമ്മളെപ്പോഴും നമ്മളെ കാണുന്നത് മിററിലായിരിക്കും അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫിലായിരിക്കും. മിററിൽ നമ്മളെ നോക്കുമ്പോൾ നമുക്ക് കാണുന്ന വിഷ്വൽ അല്ല ഇത്. വേറൊരു സ്ഥലത്ത് നമ്മളൊരു ഡിസ്റ്റന്റ് വ്യൂവിൽ വരുന്ന സമയത്ത് നമ്മൾ ഫോട്ടോഗ്രാഫി ചെയ്യപ്പെടുന്ന സമയത്ത് കാണുന്ന സമയത്ത് പ്രൊപ്പോർഷനാണ്. ആ പ്രൊപ്പോർഷൻ ലോവർ സിസ്റ്റം ലെങ്തിയർ ആവും തോറും നമുക്ക് അഡ്വാൻറ്റേജസ് ആണ്. പിന്നെ ഹൈ റൈസ്, അത് നമുക്ക് ഇറ്റാലിയൻസ് എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ പിൻട്രസ്റ്റിലൊക്കെ എന്ന് പറയും ഇറ്റാലിയൻ വേ ഓഫ് ഡ്രസ്സിങ് പറയും. എല്ലാ ഇറ്റാലിയൻസ് അങ്ങനെയല്ല. ഇറ്റാലിയൻ വേ ഓഫ് ഡ്രസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് പിൻട്രസ്റ്റിൽ കാണുന്ന അത്യാവശ്യം ബോഡി സെറ്റ് ആയിട്ടുള്ള അത്ലറ്റിക് ആയിട്ടുള്ള ഫിഗർ ഉള്ള പ്രൊപ്പോർഷൻ ബാലൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ആൾക്കാർ ഹൈ റൈസിൽ പാൻസ് ഇട്ട് നടക്കുന്നതാണ്. പക്ഷെ ഡേ ടു ഡേ ലൈഫിൽ അത് പോസിബിൾ അല്ല. കാരണം നമുക്ക് ബെൻഡ് ചെയ്യണം, ഇരിക്കണം, ഈ സംഭവം ഫോൾഡ് ആവും, നമുക്ക് തീരെ ഭയങ്കര സഫോക്കേഷനും കാര്യങ്ങളൊക്കെ. മാക്സിമം നമുക്കൊരു മിഡ് റൈസേ കീപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഈ കളർ കോർഡിനേഷനാണ്. ഹൊറിസോണ്ടൽ കളർ ഡിവിഷൻ കുറയ്ക്കുക. ഹൊറിസോണ്ടൽ കളർ ഡിവിഷൻ കുറയ്ക്കുക പറഞ്ഞാൽ വൈറ്റ് കഴിഞ്ഞാൽ ബ്ലാക്ക് വന്നു വീണ്ടും ഒരു കളർ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെ പ്രോപ്പറായിട്ട് ക്യൂറേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ കാണാൻ ഭംഗിയുണ്ടാവും. എസ്തെറ്റിക്കൽ കാണാൻ ഭംഗിയുണ്ടാവും എന്ന് ഞാൻ പറയാൻ കാരണം ആൾക്കാരുടെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലുള്ള ഭംഗി ഡിഫറെന്റ് ആണ്. പക്ഷെ ജനറലൈസ്ഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ഉണ്ട്, ഇത് കൊള്ളാം, ഇത് കൊള്ളില്ല. ആ ഒരു കോൺസെപ്റ്റിലേക്ക്, കാരണം മിക്ക ആൾക്കാരൊന്നും ബിസിനസ്സിന് താല്പര്യപ്പെടുന്ന ആൾക്കാരാണല്ലോ. അപ്പോൾ വേറൊരാളെ സാറ്റിസ്ഫൈ ചെയ്യുക, വേറൊരാളുടെ നീഡിനെ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ് ബിസിനസ്സിന്റെ ഉദ്ദേശം. അപ്പോൾ ആ സമയത്ത് പ്ലീസിങ് ആയിട്ടുള്ള അറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ഇപ്പം നമ്മളൊരു ഡ്രസ്സ് എടുക്കാൻ പോയി കഴിയാൻ നേരത്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് ഇഷ്ടപ്പെടും, പക്ഷേ കൂട്ടത്തിലുള്ളവർ അതിനെക്കാട്ടിയും ബെറ്റർ ചോയ്സ് എന്ന് പറയുന്നത് വേറെ ഒന്നാണെന്ന് അവർ സജഷൻ ചെയ്യുന്ന സംഗതി ഉണ്ടാകും. പക്ഷെ നമുക്ക് റിയലി ഏറ്റവും ഇണങ്ങുന്നതെന്ന് പറയുന്നത് നമ്മുടെ വ്യൂവിലല്ല, യഥാർത്ഥം എല്ലാവർക്കും വ്യൂ ചെയ്യാൻ കഴിയുന്നതെന്ന് പറയുന്നത് അവർ സജഷൻ ചെയ്യുന്നതൊക്കെ ആയിരിക്കും. പക്ഷേ ഈ കോൺഫിഡൻസ് അതിനോടൊപ്പം ഇതാതല്ലോ, നമ്മൾക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും നമ്മുടെ കോൺഫിഡൻസ്. അതിനെങ്ങനെ ബ്രേക്ക് ചെയ്യാം? ബേസിക്കലി പറയുന്ന സമയത്ത് ഇപ്പോൾ സിനാനിപ്പോൾ എത്ര വയസ്സുണ്ടാവും? എനിക്ക് 30. ഈ 30 വയസ്സിൻ്റെ ഉള്ളിൽ ഇപ്പോൾ ശ്രീനാഥ് മിക്കായലല്ല, സബ്യസാജി അല്ല, ഈ ലോകത്തിൽ ഫേമസ് ആയിട്ടുള്ള ഏത് ഫാഷൻ ഡിസൈനേഴ്സ് അല്ല, ഇൻസ്റ്റാഗ്രാം അല്ല, പിൻട്രസ്റ്റ് അല്ല, ഇതൊക്കെ പറയുന്ന കുറെ സംഭവങ്ങൾ നമ്മളെ തലയിൽ കയറിയിട്ടുണ്ട്. ഇതൊക്കെ വരണേക്കാളും മുമ്പ് സിനാൻ ഉണ്ടായിരുന്നു. സിനാനും മിററിൽ നോക്കുന്ന സമയത്ത് ദർ ആർ സർട്ടൻ ഡ്രസ്സസ്, വാർഡ്രോബിൽ നിറച്ച സംഭവങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിലും ചില സംഭവങ്ങൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ഓൾഡ് ആയിട്ടുള്ള ടീഷർട്ട് ആയിരിക്കാം, ചിലപ്പോൾ 500 റുപ്പീസിൻ്റെ ആയിരിക്കും, ചിലപ്പോൾ 1000 റുപ്പീസിൻ്റെ ആയിരിക്കാം, ചിലപ്പോൾ 5000 ആയിരിക്കാം, ഡസ് ഇറ്റ് മാറ്റർ.
ആ സംഭവം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ യു ഫീൽ കോൺഫിഡൻറ്റ്. കുറേ സമയം അത് റിപ്പീറ്റ് ചെയ്യണതായിട്ട് നമുക്ക് കാണാം. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വി ഫീൽ ഗുഡ് വെയറിങ് ഇറ്റ്, നോ മാറ്റർ മറ്റുള്ളവർ എന്ത് ചിലപ്പോൾ നമ്മുടെ അമ്മ തന്നെ പറയണ്ടാവും ഞാൻ അതെടുത്ത് കത്തിച്ച് കളയും അത് ഇട്ടുകൊണ്ടിരിക്കില്ല എന്ന് പറയും. പക്ഷെ നമുക്ക് അത് കൈൻഡ് ഓഫ് ഫീൽ ഗുഡ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊപ്പോർഷനെ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കുന്നത് നമ്മളാണ്. നമ്മുടെ കണ്ണിന് പ്ലീസിങ് അല്ലാത്തൊരു സംഭവം നമ്മൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോർ എൻ ഇന്റർവ്യൂ ഇറ്റ്സ് ഫൈൻ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കാരണം എല്ലാവർക്കും ആൾക്കാരെ നമ്മളെ ശ്രദ്ധിക്കുന്നത് ഇഷ്ടമാണ്. ഡിഫറെന്റ് ആയിട്ട് ഡ്രസ് ചെയ്യണത് നമുക്ക് നമ്മളതിനെ മാത്രം ഡിഫറെന്റ് ആയിട്ട് ഡ്രസ് ചെയ്ത് കണ്ടാൽ മതി. അല്ല, അങ്ങനെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ഡ്രസ് ചെയ്ത റൂമിൽ ഇങ്ങനെ ഇരുന്നാൽ പോരെ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാർ കാണുമ്പോൾ നോക്കണം എന്ന് ഇഷ്ടം. പക്ഷെ ഓവറായിട്ടുള്ള നോട്ടം ആൾക്കാർക്ക് കൺഫ്യൂസ്ഡ് ആണ്. പെട്ടെന്ന് ഇപ്പോൾ സിനാൻ പെട്ടെന്ന് ഇപ്പം ഞാൻ എൻ്റെ അടുത്ത് വന്ന് നമ്മൾ സ്റ്റൈലിംഗ് ഒക്കെ ഡിഫറെൻറ്റ് പെട്ടെന്നൊരു ദിവസം മാറ്റി എന്ന് വിചാരിക്കുക. അതിന് പറയുന്നത് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. ട്രാൻസ്ഫോം ചെയ്ത് എനിക്കത് എളുപ്പമാണ്. കാരണം എന്താ, നമ്മുടെ അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ട്, സംഭവങ്ങളുണ്ട്, ബോഡി പ്രൊപ്പോർഷൻ മനസ്സിലാക്കി ഞാൻ സ്റ്റൈൽ ചെയ്ത് ആളെ മാറ്റി കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഒന്ന് ആ പ്രൊപ്പോർഷനായിട്ട് ബോഡിയുടെ ഇതിനനുസരിച്ച് അത് റെഡി ആയിട്ടില്ല. രണ്ട് ആൾക്കാർ നോക്കുമ്പോൾ ഇൻഹിബിഷൻ. ടക്കിൻ ചെയ്യാത്ത ഒരാൾക്ക് ടക്കിൻ ചെയ്ത് പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ തന്നെ അത് എന്തോ വലിയ ഹെർക്കുലീൻ ആയിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ ആ സംഭവം ചെയ്യുന്ന സമയത്ത് ഇതിന് മൊത്തത്തിൽ മാറ്റുമ്പോൾ പ്രശ്നമാണത്. അപ്പോൾ ഇതിലെപ്പോഴും നമ്മൾ പറയും ബോഡി സിങ്കിങ് പീരീഡ് എന്ന് പറയും. ബോഡി സിങ്കിങ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ആക്ടേഴ്സിനൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഫിലിംസിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയം, ഞാൻ പറയണത് വളരെ എന്താ പറയുക വെൽ നോൺഡ് ആയിട്ടുള്ള ആക്ടേഴ്സിന്റെ മക്കൾ വരണ ആ പരിപാടിയല്ല. സാധാരണ ഒരു കുടുംബ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആക്ടേഴ്സ് നമുക്ക് മലയാളത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് കാണാം. അവർ ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് വരുന്ന സമയത്ത് ആദ്യത്തെ കുറച്ച് ഇപ്പോഴത്തെ അല്ല പറയുന്നുണ്ട്, കുറച്ച് കാലം മുമ്പത്തെ അവരുടെ ഇന്റർവ്യൂസ് ഒക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ സാധാരണക്കാരുടെ പോലെ ഹെയർ സ്റ്റൈലും ലുക്കും കാര്യങ്ങളൊക്കെ സാധാരണക്കാർ. ഒരു വർഷമോ 6 മാസമോ കഴിഞ്ഞിട്ട് പെട്ടെന്ന് കാണുന്ന സമയത്ത് അവരുടെ മൊത്തത്തിലുള്ള ലുക്ക് ചേഞ്ച് ആയ പോലെ തോന്നും. ആ സമയത്ത് അവരെ നമ്മൾ സൂട്ട് ഇട്ടിട്ടും ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലൊക്കെ ഫോട്ടോഷൂട്ട് ചെയ്താലും സംഹൗ ഡ്രസ്സും അവരും തമ്മിൽ ചേരാത്തൊരു ഫീലും കുറച്ച് കാലം അങ്ങോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ എന്ത് ഡ്രസ്സ് ഇട്ടാലും അവർക്ക് ചേരുന്ന ഒരു ഫീൽ നമുക്ക് വരും. അതിന് നമ്മൾ പറയുന്നതാണ് ബോഡി സിങ്കിങ് പീരീഡ് എന്ന് പറയും. അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റൈലും ബോഡി മനസ്സിലാക്കി വെച്ചിരിക്കുന്ന സ്റ്റൈലും തമ്മിൽ റെസൊനേറ്റ് ചെയ്യാനുള്ള ഒരു സമയമുണ്ട്. ഇൻ ട്യൂൺ ആവണം, രണ്ടും തമ്മിൽ ട്യൂൺ ആവാൻ നമ്മൾ മിനിമം സമയം 2 മാസം കൊടുക്കണം. അത് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ആ സ്റ്റൈല് നമ്മൾ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ മാത്രമാണ് കേട്ടോ. ഞാൻ എന്ന് മുതൽ പറയാണ്, ഇപ്പം എനിക്കൊരു മിനിമം നമുക്ക് അതിനൊരു 7 അറ്റയറെങ്കിലും വേണം. ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു വീക്ക് നമുക്ക് ഇടാനുള്ള അറ്റയറെങ്കിലും വേണം. അത് കംപ്ലീറ്റ് സ്റ്റൈലും മാറ്റുകയാണെങ്കിൽ. അപ്പം അതിന് കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കും വേണം. കാരണം നമ്മൾ ഈ ജഡ്ജ്മെന്റിനെ ഇഷ്ടപ്പെടാത്ത ആൾക്കാരാണ് നമ്മൾ. എന്തൊക്കെയാണ് അല്ല എന്ന് പറഞ്ഞാൽ അത് കേട്ട് മുടിപ്പും. അപ്പൊ ആ സമയത്ത് ബോഡിക്ക് സിങ്ക് ആവാൻ നമ്മളൊരു സമയം എപ്പോഴും കൊടുക്കണം. ബോഡിക്ക് സിങ്ക് ആവാൻ മിനിമം 2 months നമുക്ക് എന്തായാലും വേണം. അപ്പൊ നമ്മൾ പറയും ഈ പ്രൊപ്പോർഷൻ ഇങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ നമ്മളൊക്കെ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ സ്റ്റൈൽ ഡീകോഡിംഗ് എന്ന് പറയും. ഇപ്പൊ സിനാന്റെ ഡ്രസ്സ് ഡെയിലി വെയർ ചെയ്യുന്ന, ഇപ്പൊ പോഡ്കാസ്റ്റിന് വരുമ്പോൾ വെയർ ചെയ്യുന്ന ഒരു ഡ്രസ്സ് ഉണ്ടാവും. ആ സംഭവമൊക്കെ നമ്മൾ ഫുൾ സൈസ് കാണുന്ന ഒരു മിററിൽ നമ്മൾ സെൽഫി ഫോട്ടോസ് എടുക്കും. ഈ സെൽഫി ഫോട്ടോ എടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് സിനാന്റെ ബോഡീനെ തന്നെ ഡീകോഡ് ചെയ്യും. സിനാൻ പറയാണ് എന്റെ ഹൈറ്റ് 5'6" ആണ്. അപ്പൊ ഞാൻ പറയും കണ്ടോ ഇതിന്റെ പ്രൊപ്പോർഷൻ അപ്പർ ബോഡി ഇത്രയായി, ഈ കളർ പാൻറ് ഇതിന്റെ ഒപ്പം ഇട്ട കാരണം ഫേസിലേക്കല്ല അടിയിലേക്കാണ് കൂടുതൽ ഫോക്കസ് പോകണം, പാൻസിന്റെ ഷൂസ് ഇങ്ങനെയായ കാരണം ഇന്ന പ്രൊപ്പോർഷനിൽ വ്യത്യാസം ഉണ്ടായിട്ട് ഇങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു 1 month നമ്മൾ ഇങ്ങനെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് സിനാൻ വിൽ അണ്ടർസ്റ്റാൻഡ് എന്റെ ബോഡി പ്രൊപ്പോർഷൻ ഇങ്ങനെയാണ്. അപ്പൊ എന്റെ പ്രശ്നമല്ല ഡ്രസ്സ് ഞാൻ വിചാരിച്ച രീതിയിലാവാത്തത്, എൻ്റെ വാർഡ്രോബിൽ കുറച്ച് സംഭവങ്ങൾ ഞാൻ ലാക്ക് ചെയ്യുന്നുണ്ട്. മേ ബി ദ ട്രൗസേഴ്സിന്റെ ഫിറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ചുള്ള രീതിയിലായിരിക്കും. പക്ഷെ ഷർട്ടും കാര്യങ്ങളും അതിന് മാച്ചിങ് ആയിരിക്കില്ല. മേ ബി ടെക്സ്ചർ വൈസ് ആയിരിക്കാം, ചിലപ്പോൾ ഫിറ്റിംഗ് വൈസ് ആയിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കും. അപ്പോൾ കുറച്ച് ഷർട്ടോ സംഭവങ്ങൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മൊത്തം സെറ്റ് ആക്കാൻ പറ്റും. ഇത് മാറ്റണതിന് മുമ്പ് എന്തിനു മാറ്റണു എന്നുള്ളത് ആര് മനസ്സിലാക്കണം? സിനാൻ മനസ്സിലാക്കുക എന്നുള്ളത്. അത് മനസ്സിലാക്കുന്നത് പെട്ടെന്നൊന്നും മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ വന്നിരുന്നു ഇങ്ങനെ പറഞ്ഞു അതിങ്ങനെ ചെയ്താൽ മതി അങ്ങനെ ചെയ്താൽ മതി, ഒറ്റ കൺസൾട്ടേഷനിൽ കാര്യം കഴിഞ്ഞാൽ കാര്യം നടക്കില്ല. അപ്പൊ അതിനാണ് പറയുന്നത് സിനാൻ തന്നെ സിനാന്റെ ബോഡിനെ സ്റ്റൈലിനെ ഡീകോഡ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ടു നോ, ഇംബൈബ്ഡ് ആവുകയാണ് അത് ഉള്ളിലേക്ക്, പിന്നീട് തിരിച്ചു പോക്കില്ല എന്നുള്ളതാണ്. നമുക്ക് ഈ സംഭവം മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ശരിയായിട്ടില്ല, പ്രൊപ്പോർഷൻ കറക്റ്റ് ആയിട്ടില്ല, കാര്യങ്ങൾ മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇംപ്രസ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന സമയത്ത് ഇംപ്രസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഡ്രസ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമുക്ക് അങ്ങനെ ഡ്രസ് ചെയ്യാൻ ഒരു ആവശ്യമില്ല. പക്ഷെ ഒരു സിറ്റുവേഷൻ അറൈസ് ചെയ്യാണ്. ടുഡേ എൻ്റെ ഡ്രസ്സിങ് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അതർ പേഴ്സൺ ഷുഡ് ഫീൽ മീ. ഞാനിപ്പോൾ എൻ്റെ മനസ്സിൽ ഏത് രീതിയിലാണോ ഞാൻ എന്നെ പ്ലേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ ആൾ കാണണം എന്നുള്ളത്. അന്നത്തെ ദിവസം അങ്ങനെ ഡ്രസ് ചെയ്യാൻ പറ്റണം. നോ ദ റൂൾസ് ടു ബ്രേക്ക് ദ റൂൾസ്. കാര്യം മനസ്സിലായി കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്യാൻ നടത്താൻ എളുപ്പം. ഇതുപോലെ തന്നെ ഞാൻ ഇപ്പൊ ചോദിക്കണമെന്ന് വിചാരിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പൊ ടോവിനോ തോമസിന്റെ ഈ പറഞ്ഞതുമായിട്ട് ഭയങ്കര ആപ്റ്റ് ആയിട്ട് ഒരാളാണ്.
ടോവിനോ ഫിലിമിൽ വന്ന കാലഘട്ടത്തിൽ നമുക്കറിയാം നോർമൽ മാൻ സ്ട്രീറ്റ് വേഴ്സ് അങ്ങനത്തെ രീതിയിലൊക്കെ ആണെങ്കിൽ തന്നെയും അതിനെ ഒരു നോർമൽ രീതിയിലായിരുന്നു കൊണ്ടു നടന്നുകൊണ്ടിരുന്നത്. പക്ഷെ തല്ലുമാല എന്ന് പറഞ്ഞൊരു ഫിലിമിൽ ടോവിനോ തോമസ് അഭിനയിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഈ ഒരു പീരീഡായിരുന്നു അത്. കാര്യം എന്ന് വെച്ചാൽ അതിനുശേഷം ടോവിനോന്റെ ഡ്രസ് കോഡ്സ് ആണെങ്കിലും പുള്ളി വെയർ ചെയ്യുന്ന രീതിയാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആറ്റിറ്റ്യൂഡ്സ് ഒക്കെ ആണെങ്കിൽ തന്നെയും അതിൻ്റെ അകത്തൊരു ക്ലാസി ലുക്ക്, ഒരു സ്റ്റാർ മെറ്റീരിയൽ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ ഒരു പീരീഡിന്റെ ഉദാഹരണമാണ്. അത് പീരീഡിന്റെ ഉദാഹരണം മാത്രമല്ല, ഫിലിം പ്രൊമോഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ക്രൈറ്റീരിയ. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാത്തിനും ഒരു PR ടീമുണ്ട്. ഒരു ഫിലിം നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ പ്രൊമോഷൻ സ്റ്റേജിൽ എത്തുന്ന സമയത്ത് പുറത്തുനിന്ന് തുടങ്ങിയതാണ്, ബോളിവുഡിൽ നിന്നൊക്കെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഇവിടെ അഡാപ്റ്റ് ചെയ്യുന്ന സംഭവമാണ്. അതിനനുസരിച്ച് ഡ്രസ് ചെയ്യാന്ന് പറയും നമ്മൾ. അപ്പോൾ അവർ ഇന്റർവ്യൂസ് വരെ ഫുള്ള് സ്ക്രിപ്റ്റഡ് ആണ്. അപ്പോൾ എല്ലാം സ്ക്രിപ്റ്റഡ് ആവുന്ന സമയത്ത് ആ ഡ്രസ്സിങ് ഒരു പെർട്ടിക്കുലർ വേയിലാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഈസി ഫോർ ദം ടു കണക്ട് ചെയ്യാൻ, ക്യാരക്ടറായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ഫിലിം കാണുമ്പോൾ ആ ഇന്റർവ്യൂവിൻ്റെ ആയിട്ട് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. ഇന്റർവ്യൂവിൽ പറയുന്ന കാര്യങ്ങൾ ഫിലിമിന്റെ കാര്യങ്ങൾ മാത്രമല്ല, പക്ഷെ ക്യാരക്ടറായിട്ട് അതിന്റെ ആർക്കിടൈപ്പായിട്ട് കണക്ട് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പിന്നീട് അവരുടെ ആ ഒരു ടൈം ഡ്യൂറേഷൻ വളരെയധികം കാലം സിനിമയിൽ നിന്നു. സിനിമയിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ഹാവ് ഹെൽപ്പ് ഫോർ ഷുവർ. ഒരിക്കലും ഒറ്റയ്ക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് ആ രീതിയിലേക്ക് പെട്ടെന്ന് ആവാനുള്ള ചാൻസസിനേക്കാളും കൂടുതലാണ് വെൻ ദ ടേക്ക് എക്സ്പെർട്ടൈസ് ഹെൽപ്പ്. അത് ഉറപ്പാണ്. കാരണം ഓരോരുത്തർക്കും ഓരോ മേഖലയിലായിരിക്കും എക്സ്പെർട്ടീസ് ഉണ്ടാവുക. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവരും സ്റ്റൈലിസ്റ്റാണ്, എല്ലാവരും ഡിസൈനേഴ്സാണ്, എല്ലാവരും മേക്കപ്പ് ആർട്ടിസ്റ്റാണെന്ന് പറഞ്ഞ പോലത്തെ അവസ്ഥയാണ്. പക്ഷേ എസെൻസ് ഉള്ള ആൾക്കാർ എത്രയുണ്ട് നമുക്ക് അറിയാൻ പറ്റില്ല. കാരണം മിക്ക ആൾക്കാർക്കും ഒരു സ്റ്റൈലിസ്റ്റ് ആവുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിയുടെ സ്റ്റൈൽ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അറിയപ്പെട്ടാൽ മതി. നമുക്ക് അങ്ങനെയല്ല, അത് ഓരോരുത്തരും ഇൻഡിവിജ്വൽ ആയിട്ടുള്ള താല്പര്യങ്ങളാണ്, ഏതും ആവാം. പക്ഷേ സെലിബ്രിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റി ഓഫ് ദ സെലിബ്രിറ്റീസിന്റെ കേസിൽ എസ്പെഷ്യലി പുറത്തൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഒരു അത്ലറ്റിക് ഫിഗർ ആണ്, ബോഡി ടൈപ്പ് ഓൾമോസ്റ്റ് പ്രൊപ്പോർഷണൽ ആണ്. പിന്നെ അവരേനെ മിക്ക സമയത്തും കാണുന്നത് നമ്മൾ മൂവ്മെന്റിലല്ല, എസ്പെഷ്യലി ഇന്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്താണെങ്കിലും ഫോട്ടോഗ്രാഫ് ആണെങ്കിലും അവരുടെ സ്റ്റേജ് പ്രസൻസ് ആണെങ്കിലും മിക്ക സമയത്ത് അവർക്ക് മൊബിലിറ്റി ആക്ഷൻസ് വളരെ കുറവാണ്. അപ്പൊ ആ സമയത്ത് അവരുടെ കംഫർട്ടിന് ഇറ്റ് ഡസൻ മാറ്റർ. കംഫർട്ടബിൾ ആയിട്ടുള്ള വെയർ ആണോ, ബ്രീത്തബിൾ ആയിട്ടുള്ള വെയർ ആണോ, അവർക്ക് അത് ഇട്ടിട്ട് എത്ര തവണ ഒരു ദിവസം തന്നെ 3-4 ചേഞ്ചസ് ഉണ്ടാവും. അപ്പൊ അതൊന്നും മാറ്റർ അല്ല. പക്ഷെ അത് കണ്ടിട്ട് നമ്മൾ നോർമൽ പോട്ടെ ഒരു നല്ലൊരു CEOക്കോ അല്ലെങ്കിൽ ഒരു എന്റർപ്രണർക്കോ ആർക്കെങ്കിലും നമ്മൾ ഡ്രസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്തിനാണ് അപ്ഗ്രേഡ് ചെയ്യണം, കോൺഫിഡൻസ് വരണമെന്ന് ചിന്തിക്കുന്നത്? നമ്മുടെ ഡ്രസ്സിങ് ചേഞ്ച് വരുത്തുന്നത് മൂലം നമുക്ക് നമ്മുടെ വർക്കിലേക്ക് അത് ആഡ് ഓൺ ചെയ്യണം. കാശ് മുടക്കിയിട്ട് നമ്മൾ ഇത്രയും ഡ്രസ്സ് എടുക്കുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ആഡ് ഓൺ ടു അവർ വാല്യൂ. നമ്മൾ ഒരിക്കലും പിന്നീട് വീണ്ടും കൺഫ്യൂസ്ഡ് ആയിട്ട് ഇത് പിന്നെ നോക്കുന്നുണ്ട്, ഇതെന്ത് പിന്നെ എങ്ങനെ നോക്കുന്നത്, നമ്മൾ താഴെയുള്ള എംപ്ലോയി ആയിരിക്കും, അവർ വരെ നോക്കുന്ന സമയത്ത് എപ്പോഴും നമ്മളതിനെ ഹെൽപ്പ് ചെയ്യുന്ന സംഭവമായിരിക്കണം. അതല്ലേ നമ്മുടെ റവന്യൂ അല്ലെങ്കിൽ നമ്മുടെ ഒരു കൺസൾട്ടേഷൻ അല്ലെങ്കിൽ നമ്മൾ സംസാരിക്കുന്ന ഒരു സമയത്ത് ഇറ്റ് ഷുഡ് ആഡ് ഓൺ ടു ദി വാല്യൂ. നമ്മൾ സംസാരിക്കുന്ന കാര്യത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പ്രസന്റ് ചെയ്യുന്ന ആ ഒരു ഇതിലേക്ക് നമുക്കത് ആഡ് ഓൺ ചെയ്യണം. അതൊരിക്കലും നമ്മൾ പിന്നോക്കം വലിക്കുന്ന സംഭവമായി വരുത്. അത് കംഫർട്ട് ഇല്ലെങ്കിലും പിന്നോക്കം വലിക്കും. കാരണം നമുക്ക് ഡ്രസ്സിനെ കുറിച്ച് ലീസ്റ്റ് ബോധേഡ് ആവാനാണ് മിക്ക എന്റർപ്രണേഴ്സ് എന്ത് ചെയ്യണത്, നമ്മുടെ വന്നിട്ട് വാർഡ്രോബ് ക്രിയേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണത്. ലീസ്റ്റ് ബോധേഡ് ആവണം, ബട്ട് സെയിം ടൈം ക്ലാസി ആൻഡ് എലഗന്റ് ആയിട്ടിരിക്കുകയും വേണം. അപ്പൊ ബോഡി സിങ്ക് ചെയ്യാനുള്ള പീരീഡ് തന്നെയാണ് മെയിൻ ആയിട്ടുള്ള കാരണം. പിന്നീട് അവരെ ഹെൽപ്പ് ചെയ്യാൻ കുറെ ആൾക്കാരുണ്ട്. അപ്പൊ എന്നാലും അവരെ ഹെൽപ്പ് ചെയ്യാൻ അത്ര ആൾക്കാർ ഉണ്ടായിട്ട് പോലും ഇറ്റ് ടേക്സ് ടൈം കൊടുക്കേണ്ടടുത്ത് ടൈം തന്നെ കൊടുക്കണം. അല്ലെങ്കിൽ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാൻ പറ്റും നമുക്ക് എളുപ്പമാണ്. നിലനിൽക്കുന്നതായിട്ടുള്ള ഒരു സ്റ്റൈൽ കോഷ്യന്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല. ഇപ്പം മമ്മൂക്കയും ലാലേട്ടനും നോക്കുകയാണെങ്കിൽ ലാലേട്ടൻ എത്തനിക് വേഴ്സിൽ സത്യം പറഞ്ഞാൽ ഭയങ്കര പെർഫെക്റ്റ് ആയിരിക്കും. നമ്മൾ അതിന് ഈ മറ്റേ ഒരു ആനച്ചന്തം എന്നൊക്കെ പറയത്തില്ലേ, അത് ഭയങ്കരമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് നോർമലി മുണ്ടും ഷർട്ടൊക്കെ ഇട്ട് വന്ന നോർമൽ മിഡിൽ ക്ലാസ് മാൻ ആ ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യും. വെസ്റ്റേൺ ഡ്രസ്സിലേക്ക് പോകാൻ നേരത്ത് വെസ്റ്റേൺ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് ആർക്കും ഇല്ലാത്ത രീതിയിൽ വെയർ ചെയ്യും, അതിൻ്റെ ആറ്റിറ്റ്യൂഡ് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിലേക്ക് പോകാറുണ്ട്. അതെന്തുകൊണ്ടായിരിക്കും? രണ്ടുപേരും ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ മമ്മൂക്കയാണെങ്കിൽ ലാലേട്ടനായാലും ഇപ്പം ഇൻഡസ്ട്രിയിൽ വളരെ വെൽ നോൺ ആയിട്ടുള്ള ആൾക്കാരാണ്. അവർക്ക് അവരുടേതായിട്ടുള്ള സ്റ്റൈലും കാര്യങ്ങളും ഉണ്ട്. ഫിലിംസിലാണെങ്കിലും അവർ പ്രസന്റ് ചെയ്യുന്ന രീതികളും രണ്ട് വ്യത്യാസമാണ്, എന്നാൽ വെൽ നോൺ ആണ്. ഇപ്പോൾ മമ്മൂക്കാന്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലുക്സ് അല്ല ഞാൻ പറയണത്. പണ്ട് മുതലേ നമ്മൾ കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് ഫിലിംസിലാണെങ്കിലും ഒക്കെ നമ്മൾ പല ഇന്റർവ്യൂസ് കാര്യങ്ങൾ കേൾക്കുന്ന സമയത്തൊക്കെ പല ആൾക്കാരും പറയുന്ന പെർട്ടിക്കുലർ രീതിയിലുള്ള സ്റ്റിച്ചുള്ള ഡ്രസ്സ് വേണം. നമ്മുടെ ഇടയിൽ തന്നെ പല ആൾക്കാർ സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്, ആൾക്ക് ഫിറ്റിങ്ങിനെ ആയാലും ഇഷ്ടപ്പെടുള്ളൂ. പല രീതിയിൽ ഞാൻ സംസാരിക്കും.
വൈ ബിക്കോസ് ചില ആൾക്കാർക്ക് നോ മാറ്റർ ആര് സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിലും ദേ ഹാവ് ലൈക്ക് ഒരു ഇൻസ്റ്റിങ്ക്റ്റ് ഉണ്ട് ഉള്ളിൽ നിന്ന് കറക്റ്റായിട്ട് ഡ്രസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കാണുന്ന രീതിയിൽ പ്ലീസിങ് ആയിട്ടുള്ള രീതിയിലാണ് അവരുടെ ടേസ്റ്റേ ഉള്ളത്. പിന്നെ ആളുടെ ഹൈറ്റ് അത്യാവശ്യത്തിനുണ്ട്, ബോഡി പ്രൊപ്പോർഷനേറ്റ് ആണ്. അപ്പുറം മിക്ക ആൾക്കാരുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പേരെടുത്ത് പറഞ്ഞത് പ്രശ്നമാവും, പക്ഷെ അതോട് ഞാൻ പറയുന്നില്ല. മിക്ക ആൾക്കാരും പ്രശ്നം ഇപ്പൊ ഈ രണ്ടാൾക്കാരിലുള്ള രണ്ടാളുണ്ട്, ഇപ്പൊ പറഞ്ഞ 2 പേരുണ്ടല്ലോ, അവർ രണ്ടാളിൽ ഒരാളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഒരാളുടെ അപ്പർ ബോഡി ബ്രോഡറാ, ആ അപ്പർ ബോഡിക്ക് അനുസരിച്ചുള്ള ലോവർ ബോഡി ഇല്ല. അതായത് അപ്പർ ബോഡി ബ്രോഡർ ആവുമ്പോൾ ലോവർ ബോഡി തിന്നർ ആവണ സമയത്ത് നാരുവായിട്ട് കാല് ചെറുതാവണ സമയത്ത് എന്തുണ്ടാവും, മൊത്തത്തിൽ ഡ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടോ മുതൽ ഷോൾഡർ വരെ നമുക്കൊരു ഇൻവേർട്ടഡ് കോൺ ഷേപ്പ് കിട്ടും, ഒരു ഐസ്ക്രീം കോണിന്റെ ഷേപ്പ് കിട്ടും. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മിക്ക ആൾക്കാർ അതിലത്തെ ഒരാള് പ്രോപ്പറായിട്ട് സ്ലിം ഫിറ്റ് ആയിട്ടുള്ള ട്രൗസേഴ്സ് ഇടാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ അങ്ങനെ ഇടുന്ന സമയത്ത് അപ്പർ ബോഡി ബ്രോഡർ ആവുന്ന സമയത്ത് വെസ്റ്റേൺ വെയറിലേക്ക് പോകുമ്പോൾ എന്താവും, ഈ ഒരു കൊണിക്കൽ ഷേപ്പ് വരും. ടോ മുതൽ നമുക്ക് ആ കൊണിക്കൽ ഷേപ്പ് എവിടെന്നാ വേണ്ടത്, നമ്മുടെ വേസ്റ്റ് ലൈൻ മുതൽ മുകളിലേക്കാണ് വേണ്ടത്. മമ്മൂക്കാന്റെ കേസ് എടുക്കുന്ന സമയത്ത് പ്രൊപ്പോർഷനേറ്റ് ആണ് കുറച്ചുകൂടി ബോഡി, ലോവർ ബോഡി പ്രൊപ്പോർഷൻ ആണ് കുറച്ചുകൂടി ലൂസ് ഫിറ്റ് ആയിട്ടുള്ള അറ്റേഴ്സ് ട്രൗസേഴ്സിന്റെ ഫിറ്റിനനുസരിച്ച് അപ്പർ ബോഡി ബ്രോഡിനനുസരിച്ച് ലോവർ ബോഡി ഓവർ ബാഗ് ഇടുന്നല്ല പറഞ്ഞ, ലോവർ ബോഡിക്ക് ആ ബാലൻസ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രൊപ്പോർഷൻ കറക്റ്റ് ആവും. പിന്നെ മമ്മൂക്കാന്റെ മിക്ക ഡ്രസ്സസ് എടുത്ത് നോക്കി കഴിഞ്ഞാലും ഷൂസും ട്രൗസേഴ്സും മോണോക്രോമാറ്റിക് ആയിട്ട് പെയർ ചെയ്യാം. ഷൂസിന് അത്ര നല്ല ബ്രാൻഡ് ആണെങ്കിലും പാൻസിന്റെ ഷെയ്ഡിനോട് ഒന്നില്ലെങ്കിൽ അനലോഗസ് ആയിട്ട് അല്ലെങ്കിൽ മോണോക്രോമാറ്റിക് ആയിട്ട് പെയർ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ വീണ്ടും എൻഹാൻസ് ഉള്ള ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ലാലേട്ടന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാൻ കാണുന്ന സമയത്ത് തെറ്റോ ശരിയല്ല പറയുന്നത്, ട്രോൾസും കാര്യങ്ങളും വരും. പക്ഷെ നോക്കുന്ന സമയത്ത് ഡിവിഷൻസ് കൂടുതലായിരിക്കും. ഷൂസ് സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന രീതിയിൽ സ്റ്റൈൽ ചെയ്യാറുണ്ട്. അപ്പൊ ഷൂസിന്റെ അവിടെ ഒരു കട്ട്, പാൻസ് കഴിഞ്ഞൊരു കട്ട്, പിന്നെ അപ്പർ ബോഡി കുറച്ചുകൂടി ബ്രോഡർ. അതുകൊണ്ടാണ് എത്നിക് വെയേഴ്സിൽ ഭംഗി കൂടാൻ കാരണം. എത്നിക് വെയേഴ്സ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി മുണ്ടും കാര്യങ്ങളും എടുക്കുന്ന സമയത്ത് അപ്പർ ബോഡി ലോവർ ബോഡി ഓവർ ബാലൻസ്ഡ് ആവും. നന്നായി ബാലൻസ് ആവുന്ന സമയത്ത് പ്രൊപ്പോർഷൻ പ്ലേസ്ഡ് ആണ് ആൻഡ് ഹി ഹാസ് ദ കോഷൻ, കാണാൻ നല്ല രസം ഉണ്ടാവും, കുറച്ചുകൂടി പ്ലീസിങ് ആയിരിക്കും. പിന്നെ ഫേസിന്റെ സിമെട്രിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഈസിലി അണ്ടർസ്റ്റാൻഡിങ് ആയിട്ട് മനസ്സിലാക്കാൻ എളുപ്പത്തിന് ഇതാണ്. മമ്മൂക്കാന്റെ കേസിൽ അത് കാഷ്വലായിട്ട് വരുന്ന സമയത്ത് അങ്ങനെ തോന്നാൻ കാരണം ഹി സ്റ്റൈൽ ഹിംസെൽഫ് ഇൻ സച്ച് എ വേ. എത്നിക്കായിട്ട് മമ്മൂക്കാന് നമുക്ക് ഭയങ്കര ഭംഗിയാക്കാൻ പറ്റും, പക്ഷെ വി ലൈക്ക് ടു സീ ഹിം ലൈക്ക് ആ ഒരു കൈൻഡ് ഓഫ് ലൈക്ക് സ്റ്റൈൽ കോഷ്യനോടുകൂടി കാണേണ്ടതാണ് ഇഷ്ടം. മേ ബി ഈ ഒരു ഏജിൽ ആൾക്കും അതായിരിക്കും ഇഷ്ടം. കാരണം റീസെന്റ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫ്സും കാര്യങ്ങളൊക്കെ നോക്കുന്ന സമയത്ത് കൈൻഡ് ഓഫ് നമുക്ക് കാണുന്ന സമയത്ത് ആളുടെ ഫിലിംസിന്റെ ചോയ്സസ് ആണെങ്കിലും ഒക്കെ കാണുന്ന സമയത്ത് എക്സ്പെരിമെന്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എപ്പോഴും നമ്മൾ നമ്മുടെ ബോഡിയിൽ എക്സ്പെരിമെന്റ് ചെയ്താലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, കാണുന്ന സമയത്ത് നമുക്ക് തന്നെ എത്രത്തോണ്ട് പ്രാക്ടീസ് ചെയ്യുന്നോ ദ ക്രാഫ്റ്റ് വിൽ ബിക്കം ഫൈൻ എന്നല്ലേ, അപ്പൊ അത് ഗുണം കിട്ടും. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെഫറൻസ് എടുത്തിട്ടാണ് മമ്മൂക്കാനെ സ്റ്റൈൽ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നില്ല. മിക്ക സ്റ്റൈലിസ്റ്റുകളും എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പിൻട്രസ്റ്റിന്ന് ഏതെങ്കിലും ഒരു റെഫറൻസ് എടുക്കും. ആ റെഫറൻസ് എടുത്തിട്ടാണ് എഡിറ്റോറിയലിന് വേണ്ടിയിട്ടും ഫോട്ടോഷൂട്ടിനൊക്കെ വേണ്ടിയിട്ട് ഒരു ആക്ടറിനെ സ്റ്റൈൽ ചെയ്യാം. മമ്മൂക്കാന്റെ കേസിൽ സിൻസ് ഹി ഹാസ് ദറ്റ് നോളജ് റെഫറൻസ് എടുക്കാതെയാണ് അല്ലെങ്കിൽ ആളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചാണ് ആളിനെ സ്റ്റൈൽ ചെയ്യുന്നത്. ഇപ്പോൾ ഹൂ ആർ ദ സ്റ്റൈലിസ്റ്റ് ഈസ് ഡൂയിങ് ദാറ്റ് ഓർ ആൾ സ്വയം ചെയ്യുന്നതാണെങ്കിലും ഒരു റെഫറൻസ് ബേസ്ഡ് അല്ലേ. മേ ബി ഒരു ഷർട്ട് കണ്ടു ഇഷ്ടപ്പെട്ടു, അതിനെ എങ്ങനെ സ്റ്റൈൽ ചെയ്യാന്നായിരിക്കും ചിന്തിക്കുന്നത്. മറ്റേന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു ഇമേജ് ഉണ്ടാവും, ബ്ലാക്ക് ഷർട്ട് ഒരു ഡാർക്ക് റെസ്റ്റോറൻറ്റ് ആയിട്ടുള്ള ഒരു ജാക്കറ്റ് ഇടാം, അപ്പം അതിൻ്റെ പാൻസ് ഇടാം. അതുകൊണ്ടാണ് ചില ഷൂട്ട്സിൽ വെസ്റ്റേൺ ഇടുന്ന സമയത്ത് ഇപ്പോൾ ലാൽ സാറിൻ്റെ ഒക്കെ വെസ്റ്റേൺ ഷൂട്ട്സ് ഇപ്പോൾ മിക്ക ആഡ്സിലൊക്കെ കാണുന്ന സമയത്ത് ഭംഗി ഉണ്ടാവാറുണ്ട്. അതുണ്ടാവാൻ കാരണം ആ ഒരു റെഫറൻസസ് എടുത്ത് ചെയ്യുന്ന സമയത്താണ് പ്രൊപ്പോർഷൻ്റെ ആണ് മെയിൻ ആയിട്ടുള്ള പ്രശ്നം. ഇപ്പം മമ്മൂക്കയുടെ കേസിൽ വേറൊരു കാര്യം കൂടെ അഡപ്റ്റ് ചെയ്യുന്ന പറയുന്നത്, നമുക്ക് ഈ 1200-ന്റെയും 1300-ന്റെയും ഒക്കെ ഷർട്ട്സ് യൂസ് ചെയ്യുന്ന ഒരാളാണ്. അത് നമുക്ക് അടുത്ത് പരിചയമുള്ള ആളുകൾ പല ആളുകളും അവരുടെ ബൊട്ടീക്സിൽ നിന്നാണെങ്കിലും കളക്ഷൻസിൽ നിന്നൊക്കെ നമുക്ക് മേടിക്കാറുണ്ട്, കൊണ്ടു കൊടുക്കാൻ നേരത്ത് അതൊക്കെ ഇടാറുണ്ട്. പക്ഷെ എന്നിട്ടും അത് നോർമലി നമ്മളിടുന്ന സാധനം തന്നെയാണ് പുള്ളി ഇടുന്നത്. മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരാൾ ഇടുകയും അത് ഇവന്റ്സിന് കൊണ്ടുവരികയും, പക്ഷെ അതൊരു ലക്ഷറി ലുക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതെങ്ങനെ സാധിക്കുന്നു? സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഫ്രെയിം ഓവർ ബോഡി എന്ന് പറയും, ഫ്രെയിം ഓവർ ഫാബ്രിക് എന്ന് പറയും. അതായത് ബോഡി അത്യാവശ്യം ഫ്രെയിം ഉണ്ട് ആൻഡ് ഇൻ സിങ്ക് ആണ് സ്റ്റൈലിനോട് ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മളെ ചിന്തിക്കുക, സിനാന്റെ കാര്യം ചിന്തിക്കും. ഞാൻ പറയാൻ കാരണം റിലേറ്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. ഇപ്പൊ നമ്മുടെ കുറെ ഫ്രണ്ട്സ് ജിമ്മിൽ പോകുണ്ടാവും, കുറെ ഫ്രണ്ട്സ് കാലിസ്തനിക്സ്, കുറെ അത്ലറ്റിക് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ നമ്മളും ഉണ്ടാവും. ചിലപ്പോൾ നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്നുണ്ടാവില്ല. ഇപ്പൊ
ഇപ്പൊ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഒക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രസ്സുകൾ അവർ ഷെയർ ചെയ്യുന്ന കാണാറുണ്ട്. മിക്ക സമയത്തും അവരുടെ ഡ്രസ്സ് നമ്മളിടുമ്പോഴും നമ്മുടെ ഡ്രസ്സ് അവരിടുന്ന സമയത്തും കാണുന്ന സമയത്ത് ഭംഗി കുറച്ച് കൂടുതൽ തോന്നാറുണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബോഡി ഓൾറെഡി ഫ്രെയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈസിയാണ് ഹോൾഡ് ചെയ്യാൻ. ഞാൻ പറഞ്ഞില്ലേ ഫ്രെയിം ഓൾറെഡി അത് എസ്പെഷ്യലി റെഡിമെയ്ഡ് ആയിട്ടുള്ള അറ്റേഴ്സ് എന്നൊക്കെ പറയുന്ന സമയത്ത് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഒരു ഓഡിയൻസിന് വേണ്ടി മേക്ക് ചെയ്യുന്ന ഒരു സംഭവം. അപ്പൊ ആ സംഭവം ഉള്ള സമയത്ത് ഷോൾഡർ കിടക്കുന്ന സ്ഥലത്ത് ഷോൾഡറും ഓഫ് ഷോൾഡർ ആണെങ്കിൽ ഓഫ് ഷോൾഡർ ആയിട്ടും ബോഡിയാണ് ഇത് ഹോൾഡ് ചെയ്യുന്നത്. ഷർട്ട് വെറുതെ ഇങ്ങനെ പൊക്കി പിടിച്ചു കഴിഞ്ഞാൽ അതിന് ഫ്രെയിമോ സ്ട്രക്ചറോ ഒന്നുമില്ല അല്ലെ, ചുരുണ്ട് മടങ്ങി കിടക്കുകയാണ്. അപ്പൊ അത് നമ്മളൊരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കുന്ന പോലെ കഴിഞ്ഞാൽ അത് ഏത് കണ്ടെയ്നറിലാണ് ഇരിക്കുന്നത് അതിന്റെ ഷേപ്പാണ് അത് അറ്റൈൻ ചെയ്യണത്. ബേസിക് ആയിട്ടുള്ള ഒരു ഫോർമാറ്റും ലേഔട്ടും അതിനുണ്ട്. പക്ഷെ പ്രോപ്പർ ആയിട്ടുള്ള ബോഡിയുടെ ഫ്രെയിം ഉള്ള ഒരാൾ ഇടുന്ന സമയത്ത് ഫ്രെയിം കിട്ടി, പിന്നെ അത് ക്യാരി ചെയ്യുന്ന രീതിയാണ്. ചില ആൾക്കാർ നമ്മൾ ഇതിനെ കുറിച്ച് ഒരുപാട് ഇൻസ്റ്റാഗ്രാം വീഡിയോസും കാര്യങ്ങളും നോട്ട് അബൌട്ട് ബ്രാൻഡ്. നമ്മളൊരു 50,000 ടീഷർട്ട് ഇട്ടാലും ആ ഒരു സ്റ്റൈൽ കോഷ്യന്റ് ആ ഒരു സ്വാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല. ഹി ഹാസ് ദ സ്വാഗ്. അത് ചില ആൾക്കാർക്ക് നന്നായിട്ടുണ്ട്. നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയിൽ ആയി കഴിഞ്ഞാലും മിക്ക ആക്ടേഴ്സിന് എടുത്താലും മിക്ക ആൾക്കാർക്കും ഫാഷനബിൾ മെയിൻസിന്റെ കേസിൽ എടുക്കുന്ന സമയത്ത് ഫാഷനബിൾ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലെവൽ മിക്ക ആൾക്കാർ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഐ ഡോണ്ട് ഫീൽ ലൈക്ക് അവരത് ചേരാത്ത പോലെ തോന്നാറുണ്ട്. ഇപ്പോൾ നമുക്കാണെങ്കിൽ ചില ആക്ടേഴ്സിനൊക്കെ സ്റ്റൈൽ ചെയ്യാൻ കിട്ടുന്ന സമയത്ത് നമ്മൾ എടുക്കില്ല. കാരണം അവർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് വളരെ വെസ്റ്റേൺ ആയിട്ടുള്ള ഒരു അപ്രോച്ചിൽ ആ ആക്ടറിനെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ ഒരു ഷൂട്ടിന് വേണ്ടി മാത്രം അങ്ങനെ ഒരു വെസ്റ്റേൺ അപ്രോച്ചിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ലുക്ക് കിട്ടില്ല. കാരണം അവരത് സിംഗല്ല, ബോഡി അതിനായിട്ട് സിംഗല്ല. സ്വാഗ് വേണം, പിന്നെ ബോഡി വേണം, ഫ്രെയിം വേണം. ഫ്രെയിം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഹി ക്യാൻ ക്യാരി. ഞാൻ പറഞ്ഞില്ലേ ഫ്രെയിം ആണ് മെയിൻ. നോട്ട് അബൌട്ട് ദ ഫാബ്രിക്സ്, നോട്ട് അബൌട്ട് ദ പ്രിന്റ്. ചില സംഭവങ്ങൾ അത്രയും സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണെങ്കിൽ പോലും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫി ഹാവ് ദ സ്വാഗ്, ഫി ഹാവ് ദ ഫ്രെയിം, നമുക്കത് ക്യാരി ചെയ്യാം. എങ്ങനെയാണ് ഫ്രെയിം ബിൽഡ് ചെയ്യാൻ കഴിയുന്നത്? എങ്ങനെയാണ് ഫ്രെയിം ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി ഭയങ്കര 6 പാക്കും സംഭവങ്ങളും എന്നല്ല ഞാൻ പറയണത്. ബേസിക് ഉള്ള സ്ട്രക്ചർ സിമ്പിൾ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ചെസ്റ്റിനേക്കാൾ കുറവായിരിക്കണം വേസ്റ്റ്, വേസ്റ്റിനേക്കാൾ കൂടുതലായിരിക്കണം ഹിപ്പ്. അതായത് ചെസ്റ്റും ഹിപ്പും ഏകദേശം ഒരേ പ്രോപ്പർ. ഇപ്പോൾ ഒരു 40 ചെസ്റ്റ് ഉണ്ട്, 40 ചെസ്റ്റിന് ഒരു 36 to 38 വേസ്റ്റ് വന്നു, വീണ്ടും ഒരു 40 അല്ലെങ്കിൽ 39 നമുക്ക് ഹിപ്പ് റേഞ്ച് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബോഡി പ്രൊപ്പോർഷനേറ്റ് ആയി. ഈ സംഭവം നമ്മൾ പറഞ്ഞില്ലേ ഈ ഡൊറിറ്റോ ഫിഗർ എന്ന് പറയുന്ന സമയത്ത് ഈ ട്രയാങ്കിൾ ഉണ്ടാക്കാൻ കാരണം നമ്മുടെ ഷോൾഡർ ലൈൻ അവിടെ നിന്ന് നാരോ ആയി വന്നിട്ട് വേസ്റ്റ് ലൈൻ. ഈ സംഭവം ഇവിടം കൊണ്ട് വലുതാവും തോറും മൊത്തം പ്രൊപ്പോർഷൻ മാറാണ്. പിന്നെ ഓവർ ഫ്ലാറ്റ് ആയിട്ടുള്ള വയറിനേക്കാൾ എപ്പോഴും ഭംഗി ഉണ്ടാവുക കുറച്ചൊന്ന് എന്താ പറയുക കുറച്ചൊന്ന് ചബ്ബിയായിട്ടുള്ള, ഓവർ ചബ്ബിയല്ല കുറച്ചൊന്ന് ബിൽഡായിട്ടുള്ള ഈ ഭാഗം കൂടി ഡെവലപ്പ് ആയിട്ടുള്ള ആൾക്കാർക്കാണ് മെൻസിന്റെ കേസിൽ. വൈ? ബിക്കോസ് ഓവർ കർവിനെസ് വന്നു കഴിഞ്ഞാൽ കണ്ണത് റിലേറ്റ് ചെയ്യുക ഫെമിനൈൻ ആയിട്ടാണ്. ലേഡീസിന്റെ സ്ട്രക്ചർ ആലോചിച്ചപ്പോൾ ഒരു 36 ആണെങ്കിൽ 28 വന്ന് വീണ്ടും 36. അപ്പോൾ ഓവർ കർവി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ണ്, ഇതൊക്കെ സൈക്കോളജിക്കലായിട്ടുള്ള കുറച്ച് സംഭവങ്ങളാണ്. കണ്ണ് അതിനെ റിലേറ്റ് ചെയ്യുക ഫെമിനൈൻ ആയിട്ടാണ്. അപ്പം നമ്മളിപ്പോൾ ഇപ്പോൾ ചില ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില ഫോട്ടോസ് കണ്ടു കഴിഞ്ഞ് പിൻട്രസ്റ്റിലൊക്കെ കണ്ടു കഴിഞ്ഞ് ഇതേപോലെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ഇട്ടുണ്ടാവും ചെക്കന്മാർ. മെൻസിനെ കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ടൈറ്റ് ആയിട്ട് ഇട്ടിട്ട് ബട്ടോക്സും ചെസ്റ്റിന്റെ ഭാഗമൊക്കെ വീർപ്പിച്ച് വേസ്റ്റ് ലൈൻ തിങ്. വി ഡോണ്ട് ഫീൽ ദാറ്റ് മാൻലിനെസ്. എനിക്ക് തോന്നാറില്ല. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ആസ്തെറ്റിക്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആസ്തെറ്റിക്സ് ഉണ്ട്, പക്ഷെ ഒരു ഫുൾഫില്ലിംഗ് അല്ല. കണ്ടു കഴിഞ്ഞ് കംപ്ലീറ്റ് അല്ലാത്തൊരു ഫീല് കിട്ടും. അപ്പോൾ ഓവർ 6 പാക്ക് ഫ്ലാറ്റ് ആയിട്ടുള്ള ഭയങ്കര ടമ്മി വേണമെന്നില്ല, പക്ഷെ ഭയങ്കര പ്രൊജക്റ്റഡ് ആയിട്ടുള്ള ലവ് ഹാൻഡിൽസ് ഒക്കെ സൈഡിലേക്ക് താടിയിട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പാൻസിന്റെ റൈസ് കയറ്റിയിടാൻ പറ്റില്ല. ഈ ഭാഗത്ത് ആവശ്യത്തിന് നമുക്ക് സ്ലിം ഫിറ്റ് ആക്കാനോ ഫിഗർ കൊണ്ടുവരാനോ പറ്റില്ല. അപ്പോൾ ഒരു മീഡിയം റേഞ്ചിലൊരു ഫ്രെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ ഈസിയാണ്. പിന്നീടൊക്കെ കളറാണ്. നമ്മൾ വിചാരിക്കണതാണ് എന്ത്, ഇപ്പോൾ മമ്മൂക്കാന്റെ കേസ് പറഞ്ഞ പോലെ ഒരു 500 റുപ്പീസിന്റെ ടീഷർട്ട് കൊടുത്തു, എൻ്റെ ഫ്രണ്ട്സ് കൊടുത്തു, ആളത് ഇട്ടാലും ഭംഗിയുണ്ടെന്നുള്ളത്. എപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താ, ആ 500 റുപ്പീസിന്റെ ടീഷർട്ടിന്റെ മാത്രമല്ല ഭംഗി, അതിന്റെ ഒപ്പം ഇട്ടിരിക്കുന്ന ട്രൗസേഴ്സ് എന്താ, അതിന്റെ ഒപ്പം ഇട്ടിരിക്കുന്ന ഷൂസ് എന്താ, അതിന്റെ ഒപ്പം ഗ്ലാസ് വെച്ചിട്ടുണ്ട്, അത് വേർ ഹിസ് സ്റ്റൈൽ ഹിസ് ഹെയർ, അതിന്റെ ഒപ്പമുള്ള ആക്സസറീസ് എന്താ. അപ്പം നമ്മൾ പെർഫെക്റ്റ് ഫിറ്റിൽ ഒരു ഷർട്ട് തയ്ച്ചു പാൻസ് തയ്ച്ചിട്ട് കാര്യമില്ല. ബ്യൂട്ടി ലൈ ചെയ്യണത് എപ്പോഴും എൻഡ് സ്റ്റൈലിങ്ങിലാണ്. വെക്കുന്ന സംഭവം ഇപ്പൊ നമ്മളൊരു പണ്ട് എന്നൊക്കെ പറയും ഭക്ഷണ സാധനങ്ങൾ സ്ട്രീറ്റിൽ വെച്ച് വിൽക്കും, ചെരുപ്പും സംഭവങ്ങളൊക്കെ നമ്മൾ AC-യുടെ ഉള്ളിൽ വെച്ചിട്ട് ഫുൾ ഗ്ലാസ് ക്യൂബ്സിന്റെ ഉള്ളിൽ വെച്ചാൽ വിൽക്കുന്നത്. പ്രസന്റ് ചെയ്യുന്ന രീതിയിലാണ് അല്ലെ, സെയിം സംഭവം തന്നെ നല്ല രീതിയിലും പ്രസന്റ് ചെയ്യാം, പറ്റാത്ത രീതിയിലും പ്രസന്റ് ചെയ്യാം. നമ്മൾ അതിന്റെ ഒപ്പം എന്തൊക്കെ സംഭവങ്ങൾ വെച്ചിട്ടാണ് ആ മൊത്തത്തിലുള്ള പ്ലേസ്മെന്റ് ഭംഗിയാക്കുന്നത്, അതിനനുസരിച്ചുള്ള മൊത്തത്തിലുള്ള ബ്യൂട്ടി മാറും. അതിനെയാണ് സ്റ്റൈലിംഗ് എന്ന് പറയുന്നത്. ബേസിക്കലി ഹി നോസ് ദ ഗെയിം. അപ്പൊ അത് 500 കൊടുത്താൽ അതിന്റെ ഒപ്പം ബാക്കി സംഭവം ജസ്റ്റ് ടീഷർട്ട് മാത്രം ഇട്ടിട്ടല്ലേ വരുന്നത്, അതിന്റെ ഒപ്പം ബാക്കി ഐറ്റംസ് ഉണ്ട്. അതിന്റെ കളർ ബ്ലോക്കിംഗ് പ്രോപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്.
ഷൂസ് പെയർ ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായി ചെയ്തിട്ടുണ്ട്. ആക്സസറൈസ് ചെയ്യുന്നത്, ആളെ ആക്സസറീസ് ഉപയോഗിക്കുന്ന ആളാണ്. പ്രോക്സിമിലിസ്റ്റിക് അല്ല, മിനിമലിസ്റ്റിക് വേ ഓഫ് അപ്രോച്ച് ആണ് ആരുടെ, മമ്മൂക്കാന്റെ. രണ്ട് രീതിയിലുണ്ട്. ഒന്ന് മാക്സിമലിസ്റ്റിക് വേ ഓഫ് സ്റ്റൈലിംഗ് ഉണ്ട്, മിനിമലിസ്റ്റിക് വേ ഓഫ് സ്റ്റൈലിംഗ് ഉണ്ട്. മാക്സിമലിസ്റ്റിക് വേ ഓഫ് സ്റ്റൈലിംഗ് കാണുന്ന സമയത്ത് ഭംഗിയായി തോന്നണമെന്നുണ്ടെങ്കിൽ നല്ല കഴിവുള്ള ആൾക്കാർ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ മൊത്തം ഡെക്കോറ വൈബ് എന്ന് പറയും. ഡെക്കറേഷൻ ചെയ്ത പോലെ സ്റ്റേജ് ഡെക്കോറൊക്കെ പോലെ ഇരിക്കും. ഡെക്കോറ തീം എന്ന് നമ്മൾ അതിന് പറയും. അതേപോലെ ഇരിക്കും. ഈ ലോങ് ടൈം പീരീഡ്, ഇപ്പൊ മമ്മൂക്കയുടെ കാര്യം തന്നെ ഒന്നും കൂടെ നോക്കുകയാണെങ്കിൽ ലോങ് ടൈം 80s ഈ വിഷ്വൽസ് എടുക്കാൻ നേരത്ത് ഇത് മെയിൻറ്റെയിൻ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാറുണ്ട്. അപ്പൊ അതുകൊണ്ട് മാത്രമാണ് സത്യം പറഞ്ഞത് ഇപ്പോഴത്തെ യൂത്തന്മാർ സ്റ്റാർസിനും അത് ബ്രേക്ക് ചെയ്യാൻ പറ്റാത്തത്, മമ്മൂട്ടി എന്ന് പറഞ്ഞ ആ സ്റ്റൈലിഷിന്. അത് ഞാൻ പറയണത്, ഇത് നമ്മൾ ആളൊരു എന്താ പറയാ റെഫറൻസ് വെച്ചിട്ട്, മമ്മൂക്ക ഒരു റെഫറൻസ് വെച്ചിട്ട് എല്ലാം ഇപ്പൊ ചെയ്യണത്. പണ്ട് ചിലപ്പോ ഒരു ഹെൽപ്പോ എന്തെങ്കിലും, പണ്ടത്തെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആലോചിക്കാമല്ലോ, സോഴ്സസ് വളരെ കുറവാണ്. ഹി ഹാസ് ദാറ്റ് ഇൻ ഹിസ് ബ്ലഡ്. അത് ബ്ലഡിൽ ഉള്ളതാണ്. കാരണം നമുക്കത് മനസ്സിലാവും. പണ്ടത്തെ പടമൊക്കെ എടുത്ത് ഇപ്പൊ നമ്മൾ നോക്കുമ്പോഴാണ് വെൻ വി പണ്ടത്തെ പല പടങ്ങൾ നോക്കുന്ന സമയത്ത് ദ സൂട്ട് ഹി യൂസ് ടു വെയർ, അതിന്റെ കോമ്പിനേഷൻസ് കാര്യങ്ങൾ, അതിൻ്റെ ഒപ്പം വേറെ ചെയ്യുന്ന പണ്ടൊരു പടമുണ്ട്, പടത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല. ആള് ജയിലിൽ പോയിട്ട് എന്തോ കഥയൊക്കെ എഴുതുന്ന പടാ തോന്നുന്നുണ്ട്, ആത്മകഥയോ ഏതോ ഒരു കഥ എഴുതുന്ന പടാന്ന് തോന്നുന്നു. അപ്പൊ അതിലൊരു വൈറ്റ് സൂട്ട് ഇട്ട് വരുന്നുണ്ട്. അപ്പൊ ആ വൈറ്റ് സൂട്ട് ഒരു മെറൂൺ ഷർട്ടും അതിന്റെ ഒപ്പം ന്യൂഡൽഹിയില, അതൊക്കെ വേറെ ലെവല്. അത് വേറെ ലെവല് അല്ല, ഞാൻ പറയണത് അങ്ങനത്തെ ഒരു ബേസിക് ആയിട്ടുള്ള പടത്തിൽ പോലും വൈറ്റ് ട്രൗസേഴ്സിന്റെ ഒപ്പം ഹിസ് പെയർഡ് അലോങ് വിത്ത് ഒരു വൈറ്റ് ഷൂസിന്റെ ഒപ്പം പെയർ ചെയ്തിട്ടുണ്ടാവും. അന്ന് ഗെയിം അറിയാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അറിഞ്ഞ് ചെയ്യണതായിരിക്കണമെന്നില്ല. വൈറ്റിന്റെ ഒപ്പം വൈറ്റ് ഇടുന്നത്. ഇപ്പൊ മൊത്തത്തിൽ ഡ്രസ് ചെയ്തിട്ട് മിററിൽ നോക്കുന്ന സമയത്ത് മമ്മൂക്കാക്ക് അതിന്റെ ഒപ്പം ബ്രൗൺ ഷൂ ഇട്ട സമയത്ത് ഹി മേ ബി ഫീൽ ഇതെന്തോ ഒരു റെഡി ആയിട്ടില്ല എന്ന് തോന്നിയിട്ട് റെഡി ആവുന്നുണ്ട് എന്ന് തോന്നണ ചിലപ്പോൾ ഇടുമ്പോഴായിരിക്കാം. അപ്പൊ അത് ഉള്ളിലുണ്ട്. അപ്പൊ ആ സമയത്ത് ഹി ഹാസ് ഇറ്റ്. മിക്ക ആൾക്കാരും ഇന്റർവ്യൂലൊക്കെ പറയുന്ന സമയത്ത് കേട്ടിട്ടുണ്ട്. ഇന്ദ്രൻ സാർ തന്നെ പറയുന്ന സമയത്ത് ആള് ഫസ്റ്റ് കോസ്റ്റ്യൂമർ ആയിരുന്നല്ലോ, പെർട്ടിക്കുലർ രീതിയിലുള്ള ഷർട്ട് തന്നെ വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കാറുണ്ട്. അപ്പൊ ആള് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. ഒരു പെർട്ടിക്കുലർ ബ്രാൻഡ് വേണമെന്ന് പറയുന്നത്. ബ്രാൻഡിനോട് മിക്ക ആൾക്കാർക്കും പണ്ടത്തെ കാലത്ത് ഇഷ്ടം വരാൻ കാരണം എന്ന് പറഞ്ഞത് അതിന്റെ ഉള്ളിലും പുറത്തുള്ള ഫിനിഷിംഗ് ആണ്. നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ജസ്റ്റ് അവിടെ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ട് കുറെ ത്രെഡ് അവിടെ ഇവിടെ പൊന്തി ഓവർലോക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നതും മറ്റേന്ന് പറയുമ്പോൾ അതിന്റെ ഫിനിഷിങ് വ്യത്യാസമുണ്ട്. പറയുമ്പോൾ മമ്മൂക്കാക്ക് വേണ്ടി ഉണ്ടാക്കിയിരിക്കണതല്ല ഒരു ബ്രാൻഡും അല്ലേ. ബ്രാൻഡ് എന്ന് പറയുന്നത് ജനറലൈസ്ഡ് ആയിട്ടുള്ള ഓഡിയൻസിന് വേണ്ടി ഉണ്ടാക്കുന്നത്. പക്ഷെ അതിനോട് ഇഷ്ടപ്പെടാനുള്ള ഒരു കാരണം, പണ്ടത്തെ കാര്യം ഞാൻ പറയുന്നത്, ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് പറയുന്നത് അതിന്റെ ഫിനിഷിങ്ങിലാണ്. ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹി ഫീൽ ഗുഡ്. മെറ്റീരിയൽസിന്റെ ബ്രീത്തിങ് ആയിരിക്കാം, വാട്ട് എവർ ദ തിങ് ഇറ്റ് ഈസ്. പക്ഷെ എല്ലാ ക്യാരക്ടറിനും നമുക്ക് ബ്രാൻഡഡ് ആയിട്ടുള്ള അറ്റീരിയൽസ് ഇടാൻ പറ്റില്ല. പക്ഷെ അങ്ങനെ ഒരു ആവശ്യം വരുന്ന സമയത്ത് ന്യൂഡൽഹി ആണെങ്കിലും സാമ്രാജ്യം വേറെ ലെവലല്ലേ. അത് ക്യാരി ചെയ്യുന്നത് ഇപ്പോഴും ആളുടെ പ്രൊപ്പോർഷൻ ആണ് കേട്ടോ. അപ്പൊ ഞാൻ ആലോചിച്ച് നോക്കിയപ്പോ വേറൊരു ചബ്ബി ആയിട്ടുള്ള ഫിഗർ ഉള്ള ഒരാൾ സാമ്രാജ്യം ആക്ട് ചെയ്യുന്ന ആൾക്കാർ മമ്മൂക്കാനെ പോലെ ആക്ട് ചെയ്യുന്ന ആക്ടേഴ്സ് വേറെ ഉണ്ടായിരിക്കാം. പക്ഷെ ചില സമയത്ത് ആ ലുക്കിനെ ക്യാരി ചെയ്യണം, സ്വാഗ് വേണം. അത് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഹാഫ് ദ ജോബ് ഇസ് ഡൺ അല്ലേ. സാമ്രാജ്യത്തില് ജസ്റ്റ് ഒരു പോസ്റ്റർ മമ്മൂക്കാന്റെ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതുകൊണ്ടാണ് സാമ്രാജ്യം 2 വരുന്നുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർക്ക് ഇത് ആ ബിയേഡും കാര്യങ്ങളും ലുക്കും ആൻഡ് ദ വേ ഹി സ്പീക്ക് എവറിത്തിങ് അത് ക്യാരി ചെയ്യണം. മിക്ക ആൾക്കാർ ഇപ്പൊ നമ്മുടെ അടുത്തേക്ക് വെഡിങ് ക്ലയൻസ് ഒക്കെ വരുന്ന സമയത്ത് ഇവർ ഔട്ട് ഓഫ് ദ ബോക്സ് ആയിട്ട് ചിന്തിച്ചിട്ട് രൺവീർ സിംഗ് ഇതിട്ട് രൺബീർ കപൂറിന്റെ ആ ഫോട്ടോ ഇതൊക്കെ പറയും. ഞാൻ പറയുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രൺവീർ സിംഗിനാണെങ്കിലും രൺബീർ കപൂറിനാണെങ്കിലും ഈ റെഡ് കാർപ്പറ്റ് ഇവന്റിലുള്ള ഫോട്ടോ കൊണ്ടാണ് ഇവർ വരുന്നത്. ഇവർക്ക് ഇത് അടുത്ത മാസം ചിലപ്പോൾ റെഡ് കാർപ്പറ്റ് ഇവന്റ് വരും, അതിന്റെ അടുത്ത മാസം വരും. കല്യാണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോസ്റ്റ് പ്രോബബ്ലി ഇവർക്ക് ഉടനെ വരാനുള്ളൂ. ഇതില് ഈ ആവശ്യമില്ലാത്ത എക്സ്പെരിമെന്റ് ചെയ്യാം, പക്ഷെ ചേരാത്ത സംഭവങ്ങളായിരിക്കും ചെയ്യാം. എക്സ്പെഷ്യലി ഫിയാൻസെ ബ്രൈഡ് എടുത്തതിന് ശേഷമാണ് ഇവർ എടുക്കുന്നത്. അപ്പോഴേ ചോയ്സ് ഒക്കെ പോയി അതിൽ ഏതെങ്കിലും മാച്ച് ആയിട്ടുള്ള സംഭവം എടുക്കാൻ വേണ്ടി വരുന്നത്. അത് നമ്മുടെ അച്ഛൻ്റെ അമ്മയും കല്യാണ ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മള് പണ്ടൊക്കെ നോക്കുന്ന സമയത്ത് അമ്മേനെ ഇപ്പോൾ നോക്കുമ്പോൾ ഒരു ക്ലാസ് ഒക്കെ ഉണ്ടാവും. അച്ഛൻ ആ സമയത്ത് ജയനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആക്ടറോ സിനിമയിലെ ഏതെങ്കിലും ഫേമസ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രെൻഡ് പിടിച്ചിട്ട് അതിന്റെ പിന്നാലെ പോയിട്ടായിരിക്കും സ്റ്റൈൽ ചെയ്തിട്ടാവും മിക്ക ആമ്പിള്ളേരും. അന്നത്തെ ഹെയർ സ്റ്റൈൽ ആയിക്കോട്ടെ, ബേസിക്കലി ആ സമയത്ത് ട്രെൻഡ്. ഇപ്പൊ തല്ലുമാല ഇറങ്ങിയ സമയത്ത് തല്ലുമാലയുടെ അപ്പൊ ആ കൈൻഡ് ഓഫ് സ്റ്റൈൽ, ഇതൊന്നും ഒരു തെറ്റോ ശരിയല്ല ഞാൻ പറയുന്നത്, എന്റെ ഒബ്സർവേഷൻസ് മാത്രമാണ് കേട്ടോ. അപ്പൊ ആ ഒരു സ്റ്റൈൽ എടുത്തിട്ടായിരിക്കും ജെൻസ് മിക്കവാറും ചെയ്യാം. അല്ലാത്ത സമയത്ത് ഒക്കെ നോർമലായി നടക്കും. ഏതെങ്കിലും ഒരു ഫിലിമിന്റെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടാവും, ആ സെയിം സാധനം അതേപോലെ റീക്രിയേറ്റ് ചെയ്യും. അപ്പൊ അവരുടെ ബോഡിക്ക് ചേരുവോ, മൊത്തത്തിൽ ചേരുന്നുണ്ടോ? അപ്പൊ കുറച്ച് നാൾ കഴിഞ്ഞ് ഫാഡ് എന്ന് പറയും, ഫാസ്റ്റ് ആയിട്ട്
ഡിമ്മായി പോകുന്ന ഒരു സ്റ്റൈലാണ്. അതുകൊണ്ടാണ് ലേഡീസിന്റെ കേസിൽ അവർ എന്തൊക്കെ ബാഗ് ഇട്ടിട്ടും ക്രോപ്പ് ഇട്ടിട്ട് നടന്നാലും വെഡിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് വളരെ ക്ലാസി ആയിട്ട് അവർ തന്നെ സ്റ്റൈൽ ചെയ്യും. അവർക്ക് ഡ്രീം ഉണ്ട്. അതുവരെ ഓർണമെന്റ്സ് ഇടാത്ത ബ്രൈഡ്സ് ആ കല്യാണത്തിന് അവർക്ക് നിറച്ച ഓർണമെന്റ്സ് വേണം, പെർട്ടിക്കുലർ ഷെയ്ഡ്സ് ഉണ്ട്. അതിപ്പോ എത്ര സെലിബ്രിറ്റി ആണെങ്കിലും അവരുടെ വെഡിങ് ഫോട്ടോഗ്രാഫ്സ് നോക്കണം ആ സമയത്ത്. പക്ഷെ അത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എവർലാസ്റ്റിംഗ് ആയിട്ട് നിലനിൽക്കും. അതൊരു അത്രയും നല്ലൊരു മെമ്മറി. അപ്പൊ ഫാഡ് ആയിട്ടുള്ള ഒരു ട്രെൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഇതിനെ പോണേക്കാളും നല്ലത് ടു ബി ദിസ്. എക്സ്പെഷ്യലി ഫിലിമിന്റെ ഇൻഫ്ലുവൻസ് ആണ്. പക്ഷെ അവര് മനസ്സിലാക്കാത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഗെറ്റിംഗ് വിക്ടിം. അതിന്റെ ഒരു വിക്ടിമായി നമ്മൾ മാറുകയാണ്. ഈ ഗ്രൂമിന്റെ കേസിൽ ഈ പറഞ്ഞ കാര്യം ഭയങ്കര റിയൽ ആയിട്ടുള്ള സംഗതിയാണ്. അത് എല്ലാ ഈ കാണുന്ന ആൾക്കാർ ജസ്റ്റ് അച്ഛൻ്റെ അമ്മയുടെ ഫോട്ടോ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ പഴയ ഫോട്ടോഗ്രാഫ് എടുത്ത് നോക്കുമ്പോൾ മെജോറിറ്റി ആൾക്കാർക്ക് നമ്മുടെ പഴയ ഫോട്ടോഗ്രാഫ് എടുത്ത് നോക്കുന്ന സമയത്ത് ഇതെന്ത് എന്റെ കോലം ഇങ്ങനെ ഇപ്പൊ ഞാൻ കൊള്ളാം എന്നൊരു ഫീലാണ്. അതിപ്പോ ഓരോരുത്തർക്കും അവരാരും നല്ല ഭംഗിയുണ്ടെന്നൊരു ചിന്തയാണല്ലോ. അപ്പൊ നമ്മുടെ പഴയ ഫോട്ടോഗ്രാഫ് ഒക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് ഇത് പോരാ. അപ്പൊ അന്ന് മിക്കപ്പോ നമ്മള് സിബ്ലിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ചേട്ടന്മാരുണ്ടെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ചേട്ടന്മാരായിരിക്കും നമ്മുടെ റോൾ മോഡൽ. ചേട്ടൻ എന്ത് ചെയ്തു അല്ലെങ്കിൽ ചേച്ചി എന്ത് ചെയ്തു അതൊക്കെ ആദ്യം പരീക്ഷിക്കും. ചേച്ചി ഇന്ന പെർട്ടിക്കുലർ ഷൂ വാങ്ങി, ചേട്ടൻ ഇന്ന പെർട്ടിക്കുലർ ഷർട്ട് വാങ്ങിയിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ ചിലപ്പോൾ ചേട്ടനെ മാത്രമായിരിക്കും കയ്യിലുണ്ടാവും, നമുക്ക് ഇടാൻ തരില്ല. അപ്പൊ അത് ഇട്ടിട്ട് സ്റ്റൈൽ ചെയ്യുക. പിന്നെ സ്വാഭാവികമായിട്ട് ഇതേപോലെ ഫിലിംസിലും കാര്യങ്ങളും കണ്ട് ഏതെങ്കിലും സംഭവത്തിനെ ഇൻഫ്ലുവൻസ്ഡ് ആവും. പിന്നെ അതിനെ ബ്ലൈൻഡ് ഫോളോവിങ് ആണ്. ഈ ഗ്രൂമും ബ്രൈഡും കൂടെ ബേസിക്കലി ആ ഒരു കളർ പാലറ്റ് ഈ കല്യാണത്തെ കാര്യത്തിൽ ചെയ്യാൻ കഴിയോ? പിന്നെന്താ, മിക്ക ഇവിടത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒരാൾ ആദ്യം എടുത്തു കഴിയും. ഇപ്പൊ ഗ്രൂമിന്റെ കേസിൽ ബേസിക്കലി ബ്രൈഡ് എടുത്തതിനെ ഫോളോ അപ്പ് ചെയ്യലാണ് ഓൾമോസ്റ്റ് ഒരു 95% അത് തന്നെയാണ് നടക്കുന്നത്. 2 കേസ് ഉണ്ട്. ബ്രൈഡ് ഡ്രസ് ചെയ്യാന്ന് പറഞ്ഞാലേ ബ്രൈഡ്സിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുറെ സമയം കിട്ടും. മിക്ക ബ്രൈഡ്സ് ഇപ്പൊ എത്രത്തോണ്ട് ഫെമിനിസം പറഞ്ഞാലും എത്രത്തോണ്ട് സെൽഫ് റിലയന്റ് എന്ന് പറഞ്ഞാലും ഇവരുടെ എല്ലാ കാര്യങ്ങളും നോക്കാൻ അച്ഛൻ, അമ്മ, റിലേറ്റീവ്സ്, കുറെ ആൾക്കാർ, കസിൻസ് ഒക്കെ നോക്കിയിട്ട് ഇവർ കുറെ മാസങ്ങൾക്ക് മുമ്പ് ഒരു ഡ്രസ്സ്, ഗ്രൂമിങ്, ഏത് രീതിയിൽ സ്കിൻ, ഹെയർ സ്റ്റൈൽ ഏത് വേണം, മേക്കപ്പ് ഏത് വേണം, ജ്വല്ലറീസ് ഏത് വേണം, ഇവരുടെ ഡ്രസ്സ് എടുക്കാൻ പോണതേ ഒരു ഫംഗ്ഷനാണ് അല്ലേ? എത്രയൊക്കെ സെൽഫ് റിലയന്റ് ആണ്, സ്വയം സമ്പാദിക്കുന്ന ബ്രൈഡ്സ് ആണെന്ന് പറഞ്ഞാലും 100 ബ്രൈഡ്സിന് എടുത്തു കഴിഞ്ഞാൽ 98 ബ്രൈഡ്സിന്റെ കേസിൽ ഇങ്ങനെ നടക്കണം. അവരെയൊക്കെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട്. അവർക്ക് ആകെയുള്ള ഒരു കൺസേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായി ഡ്രസ്സപ്പ് ചെയ്ത് നന്നായി ഭംഗിയായിട്ട് നിൽക്കുക. അപ്പൊ അവരൊരിക്കലും ചിന്തിച്ചിട്ടുണ്ടാവില്ലല്ലോ കാറ്ററിംഗിന്റെ പൈസ കൊടുത്തിട്ടുണ്ടാവും, സ്റ്റേജിന്റെ ഓഡിറ്റോറിയത്തിന്റെ ബില്ല് എത്രയാണ്, മറ്റേ ആൾ വന്നിട്ടുണ്ടാവും. അവർക്ക് അതൊന്നും ഡ്രീം തന്നെ. അതൊരു തെറ്റും ശരിയൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ അവർക്കത് ചെയ്യാൻ എളുപ്പം. അപ്പൊ അവർ ഏത് കളർ ഷെയ്ഡിലുള്ള അറ്റയർ സെലക്ട് ചെയ്താലും അവർ അതിന് പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെയർ സ്റ്റൈലും പെർഫെക്റ്റ് ആയിട്ടുള്ള ഹെയർഡും മേക്കപ്പും കാര്യങ്ങളും ചെയ്തിട്ട് സ്കിന്നിന് ഹൈലൈറ്റ് ചെയ്യും. സ്കിന്ന് കോണ്ടൂറിയും സ്കിന്നിന്റെ സ്പോട്സും കാര്യങ്ങളും ഒക്കെ മാറ്റിയൊക്കെ റെഡിയാക്കും. അപ്പൊ അവർക്ക് പേസ്റ്റൽ ഇടാം, അവർക്ക് മെറ്റാലിക് എലമെന്റ്സ് ആഡ് ചെയ്യാം, അവർക്ക് വൈബ്രന്റ് ആയിട്ടുള്ള കളേഴ്സ് ഏതിട്ട് കഴിഞ്ഞാലും ഡ്രസ് ഇട്ടതിന് ശേഷം നെക്സ്റ്റ് ഡേ ഹാവ് ലൈക്ക് കൺസൾട്ടേഷൻ വിത്ത് മേക്കപ്പ് ആർട്ടിസ്റ്റ്. ഏത് ഡ്രസ്സിനനുസരിച്ചുള്ള ഏത് മേക്കപ്പ് പോകണം, അതിനനുസരിച്ചുള്ള ഹെയർ സ്റ്റൈൽ ഏത് പോകണം, ഈ മേക്കപ്പ് ആർട്ടിസ്റ്റ് തന്നെയാണ് അതിനനുസരിച്ചുള്ള ജ്വല്ലറീസ് അവർക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ജെൻസിന്റെ കേസിൽ എന്താ, ബ്രൈഡ് ഒരു ഡ്രസ്സ് എടുത്തു, മേ ബി പേസ്റ്റലായിരിക്കാം, ഇൻഡോർ ഫംഗ്ഷൻ ആയിരിക്കാം, നേരെ പോയിട്ട് ഇവരും പറയും ഞങ്ങൾക്ക് പേസ്റ്റൽ മതി, മേ ബി ബ്രൈഡും പറയുന്നുണ്ടാവും. ബ്രൈഡിനാണ് കൂടുതൽ അപ്പർ ഹാൻഡ്. ഇപ്പൊ നമുക്കും ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വരുന്ന മെസ്സേജസ് നോക്കുകയാണെങ്കിൽ ഒരു 50 ക്ലയൻസ് വരുന്നുണ്ടെങ്കിൽ അതിൽ 25 ക്ലയൻസ് ഗ്രൂം ഡയറക്റ്റ് ആയിട്ട് വരുന്നത്, 25 ക്ലയൻസ് ബ്രൈഡ്സ് ഗ്രൂമിനെ കൊണ്ടുവരുന്നതാണ്. അവിടെ ചെയ്താൽ മതി, അപ്പൊ നമുക്ക് സുഖമാണ്. ബ്രൈഡ്സ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഹാഫ് ദി ജോബ് അവർക്ക് ഐഡിയ ഉണ്ട്. അല്ല, അവര് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂംസിന് വേറെ പ്രശ്നമില്ല, നമ്മുടെ ഓപ്ഷൻ ഇല്ല, നമുക്ക് കാര്യം എളുപ്പം. അപ്പൊ ഇവരിതൊന്നും ചെയ്യില്ല. ഇവരും ബേസിക് ആയിട്ട് ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഏരിയയിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യും. ഇവിടെ നമ്മൾ ഓവറായിട്ട് മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫീച്ചേഴ്സ് ഒക്കെ ഡൾ ചെയ്ത് കുറച്ചുകൂടി ഫെമിനൈൻ ഫീൽ ആവണ പോലെയാവും ജെൻസിന്റെ മേത്ത് അല്ലെ. ഓവർ മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ ഫോട്ടോ നമുക്ക് എന്താ വേറൊരു ഫീൽ ആണല്ലോ അതിനെ കാണുമ്പോൾ അങ്ങനത്തെ ഒരു ഫീൽ വരും. അപ്പൊ ആ ഫീൽ നമുക്ക് ഇഷ്ടമല്ല, എന്ന ഫീച്ചേഴ്സിനെ എൻഹാൻസ് ചെയ്യും വേണം. അപ്പോൾ ഓവർ ഷെയ്ഡ്, അതായത് നമ്മുടെ സ്കിൻ ടോൺ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർക്ക് നമ്മുടെ ഒക്കെ സ്കിൻ ടോൺ ഒരു മീഡിയം കോംപ്ലക്ഷനാണ്. ഈ മീഡിയം കോംപ്ലക്ഷൻ എക്സ്പെഷ്യലി ബ്രൗൺ സ്കിൻ ടോൺ ആവുന്ന സമയത്ത് ലൈറ്റർ കളർ പേസ്റ്റൽസ് ആയിക്കോട്ടെ, ഐവറി അങ്ങനത്തെ വാം ഷെയ്ഡ്, യെല്ലോ അങ്ങനത്തെ ഷെയ്ഡ് എന്തോ ആയിക്കോട്ടെ, ലൈറ്റർ ഷെയ്ഡിലേക്കുള്ള ഡ്രസ്സാണ് നമ്മൾ വെയർ ചെയ്യണത് എന്ന് വെച്ചെങ്കിൽ മോസ്റ്റ് ഓഫ് നമ്മുടെ ഫംഗ്ഷൻ എപ്പോഴാണ് ഇൻഡോർ ആണ്. ഇൻഡോറിൽ ഫുള്ള് വാം ലൈറ്റ്. ഇപ്പൊ ഡേ ലൈറ്റ് നാച്ചുറൽ ലൈറ്റ് ആരും ഉപയോഗിക്കുന്നില്ല, കംപ്ലീറ്റ് വാം ലൈറ്റ് ആണ്. അതും സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് അത്രയും ഫോക്കസ്ഡ് ആണ് നമ്മുടെ മേത്തേക്ക്, ഗ്രൂമിന്റെ മേത്തേക്ക്. അപ്പൊ ലൈറ്റ് കളറിലെ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാൽ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ഏത്
ഒരു സാധനം ഡാർക്കർ ആയിട്ടും ലൈറ്റർ ആയിട്ടും ഫീൽ ചെയ്യുന്നത് ലൈറ്റിന്റെ റിഫ്ലക്ഷൻ അനുസരിച്ചാണ്. ലൈറ്റർ നമ്മുടെ സ്കിൻ ടോണിനേക്കാളും ലൈറ്റർ ആണ് ഡ്രസ്സിന്റെ ടോൺ എന്നുണ്ടെങ്കിൽ ഡ്രസ്സ് ഭയങ്കരമായിട്ട് ലൈറ്റിനെ റിഫ്ലക്ട് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ട് ആ ഭാഗം ലൈറ്റർ ആയിട്ട് ഫീൽ ചെയ്യും. സ്കിൻ അതിനേക്കാളും ഡാർക്കർ ആണെങ്കിൽ സ്കിന്ന് ഡസ്കിയർ ആയി ഫീൽ ചെയ്യും. അപ്പൊ മൊത്തത്തിൽ കാണുമ്പോൾ ഡ്രസ്സ് ഇങ്ങനെ എടുത്ത് നിൽക്കും, ചെക്കനാകി ഇരുണ്ടുപോയി എന്ന് പറയും. അതാണ് അത് ഫീൽ. അത് ഡേ ലൈറ്റിൽ പ്രശ്നമില്ല. ഡേ ലൈറ്റിൽ ഡേ ഫോട്ടോഗ്രാഫി വരികയാണെങ്കിൽ പ്രശ്നമില്ല. ഫോട്ടോഗ്രാഫ്സിൽ ഇവർ എന്ത് ചെയ്യും, എഡിറ്റ് ചെയ്തിട്ടൊക്കെ റെഡിയാക്കി തരും. പക്ഷെ നേരിട്ടൊരു 500-600 പേര് കാണുന്ന സമയത്ത് നമ്മളൊരു മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്താലോ സ്കിന്ന് ഭയങ്കര ഡള്ളായി പോകും. അപ്പൊ ആ സമയത്ത് ബ്രൈഡിന്റെ കേസ് നോക്കുമ്പോ ബ്രൈഡ് ലൈറ്റ് പേസ്റ്റൽ കളറാണ് ഇട്ട് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ പോലും അവർ പ്രോപ്പർ ആയിട്ടുള്ള ജ്വല്ലറീസും മേക്കപ്പും ഒക്കെ ചെയ്തിട്ട് അവരുടെ ഫേസ് കാർഡ് അവർ വർക്ക് ചെയ്യിപ്പിക്കും. ഫേസ് ആണ് വർക്ക് ചെയ്യുന്നത്. മെൻസ് എന്താ ചെയ്യുക, ആദ്യം കൂടുതൽ ലൂയി വുത്തോന്റെ ചെരുപ്പ് വാങ്ങും, റോളക്സിന്റെ വാച്ച് വാങ്ങും, അതിനനുസരിച്ചാണ് ഡ്രസ് ചെയ്യണത്. അപ്പൊ ഷൂ സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം. ഫേസ് കാർഡ് വർക്ക് ചെയ്യുന്നില്ല. നമ്മളാണ് മെയിൻ ക്യാരക്ടർ കല്യാണത്തിൽ അല്ലെ. പിന്നെ നമ്മൾ എസ്പെഷ്യലി പോയി നിൽക്കുന്നത് ബ്രൈഡിന്റെ അടുത്താ. നമ്മൾ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഒരാള് പെർഫെക്റ്റ്ലി ഡൺ ക്വീന്റെ പോലെ നിൽക്കുക, അപ്പുറത്തെ ഒരാള് മറ്റേ സൽമാൻ ഖാൻ ബോഡി ഗാർഡ് നിൽക്കുന്ന പോലെ നിൽക്കും. അത് ചെയ്യും. അപ്പൊ നിന്റെ സൂട്ടൊക്കെ ബ്ലാക്ക് ആണ്. അപ്പൊ എന്റെ അടുത്തും കൂടുതലും വരുന്നത് ബ്ലാക്ക് സൂട്ട്സാ. പക്ഷെ ആ സൂട്ടിന് ഒരു ഗ്രാജുവേഷൻ സൂട്ട് അല്ലെങ്കിൽ കോൺഫറൻസ് സൂട്ട് അല്ലാതെ സെറിമോണിയിൽ അത് ആൾക്കാർക്ക് പല കാര്യങ്ങളുണ്ട്. ബ്രൈഡ്സിന്റെ ഡ്രസ് ഒന്നും അവർ പിന്നീട് ഇടില്ല, മേ ബി ഒരു പ്രാവശ്യം ഇടാം. പക്ഷെ ജെൻസ് വന്നിട്ട് നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സൂട്ടൊക്കെ എടുക്കുന്ന സമയത്ത് അവർ അത്രയും ഇൻവെസ്റ്റ് ചെയ്തെടുക്കുന്ന സംഭവം അവർക്ക് ഫർദർ ആയിട്ടുള്ള യൂസും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട്. അപ്പൊ അതിനെ സെറിമോണിയിലാക്കി നമ്മൾ മാറ്റണം. അതിന് ആക്സസറീസ് നമ്മൾ ആഡ് ചെയ്യണം. അത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്ലാസ് ആയിട്ടുള്ള സ്റ്റൈല് മിക്കതും ഇപ്പോൾ ഈ ക്രിസ്ത്യൻ വെഡിങ്സ് ആണെങ്കിലും നമ്മുടെ റിസപ്ഷൻ വെയർ ആണെങ്കിലും ഇവർ കൊണ്ടുവരുന്ന റെഫറൻസ് ഒക്കെ വെസ്റ്റേൺ വെഡിങ്സിന്റെ. വെസ്റ്റേൺ വെഡിങ് ഒക്കെ എന്താ ഔട്ട്ഡോർ ആണ്, ഡേ ലൈറ്റിലാണ്. നമ്മുടെ കല്യാണം 100 കല്യാണം എടുത്ത 99.99% കല്യാണം ഇൻഡോർ ആണ്, വാം ലൈറ്റിലാണ്. അപ്പൊ ആ സമയത്ത് എനിക്ക് നല്ല ഡ്രസ്സിങ് തെറിച്ച് നിൽക്കും, ലൈറ്റർ കളർ ഇട്ടാലും ഡാർക്ക് ഇട്ടാലും. പക്ഷെ നമുക്ക് ഗ്രൂമിനെ സംബന്ധിച്ചിടത്തോളം ഡാർക്കർ ആയിട്ടുള്ള കളർ ആകുമ്പോൾ നമ്മുടെ സ്കിന്നിലേക്ക് ആ ലിറ്റ് ആഡ് ചെയ്യാൻ കുറച്ചുകൂടി നല്ലതാണ്. പിന്നെ ബോഡി കുറച്ചുകൂടി ഒന്ന് ഷാർപ്പ് ആൻഡ് ഡിഫൈൻഡ് ആയിട്ട് നമുക്ക് കിട്ടും. ഡാർക്ക് കളേഴ്സ് ആണ് എന്നുണ്ടെങ്കിൽ, ഡാർക്ക് കളർ എന്ന് പറഞ്ഞാൽ ബ്ലാക്കും ബ്ലൂ മാത്രമല്ല, ഒരുപാട് കളേഴ്സ് ഉണ്ട്. പക്ഷെ അത് ഡാർക്ക് കളർ ആണെന്നുണ്ടെങ്കിൽ ബോഡി ഒന്നുകൂടി ക്രിസ്പ് ആക്കാൻ പറ്റും. നമുക്ക് ഡെഫിനേഷനും കാര്യങ്ങളും വേഗം വേഗം കൊണ്ടുവരാം. സാധാരണ ഇപ്പോൾ സിനാൻ ഡ്രസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ശ്രദ്ധ, എംഫസിസ് എന്ന് പറയും. നമ്മൾ എങ്ങോട്ട് പോകണമെന്ന് അതാ തീരുമാനിക്കുന്നത്. നമ്മളൊരു ഷൂ ഇട്ടു, നമ്മളൊരു വാച്ച് ഇട്ടു, അതൊന്നും നോക്കുന്നില്ല. ഈ കേസിൽ നമ്മൾ ഡിസൈഡ് ചെയ്യും, എംഫസിസിനെ അലോക്കേറ്റ് ചെയ്യാന്ന് പറയും. ശ്രദ്ധ, ഫോക്കസ് എങ്ങോട്ട് പോകണം എന്നുള്ളത് നമ്മൾ പ്രീ ഡിസൈഡ് ചെയ്യും. അങ്ങോട്ട് മാത്രമേ ശ്രദ്ധ പോകാൻ പാടുള്ളൂ. എസ്പെഷ്യലി വെഡ്ഡിങ്സിന്റെ കേസിലൊക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മുഖത്തേക്ക് പോകേണ്ട ശ്രദ്ധ കാലുമിക്കും കൈമിക്കും പോയിട്ട് കാര്യമില്ല. കാരണം there must be a harmony. സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ബ്രൈഡും ഗ്രൂമും കാണുന്ന സമയത്ത് there must be a harmony. ആ ഹാർമണിയാണ്. കാരണം ആ ഇൻഡിവിജ്വൽ ആയിട്ട് പിന്നെ കാണില്ല, ഒരു ഒറ്റ എൻറ്റിറ്റി ആയിട്ട് പെർസീവ് ചെയ്യുള്ളൂ. അതുകൊണ്ടാണ് ചില സമയത്ത് ട്വിന്നിങ് ചെയ്യാന്ന് പറയും. ബ്രൈഡിന്റെ ഷെയ്ഡ് ഏതാണോ സിമിലർ ഷെയ്ഡിൽ തന്നെ ഗ്രൂംസ് പോവാറുണ്ട്. ട്വിന്നിങ് എന്ന് പറയും. അല്ലാന്ന് നിങ്ങൾ പറയും കോംപ്ലിമെന്ററി പെയറിംഗ് എന്ന് പറയും. ബ്രൈഡ് ഇടുന്ന ഷെയ്ഡിന്റെ എക്സാക്ട് ഓപ്പോസിറ്റ്. ബ്രൈഡ് റെഡ് ലെഹങ്ക ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ബ്ലാക്ക് ഇടും, ഗ്രീൻ ഇടും, ബ്ലൂ ഇടും. അത് കോംപ്ലിമെന്ററി പെയറിംഗ് ആണ്, എക്സാക്ട് ഓപ്പോസിറ്റ്. അങ്ങനെ ചെയ്യുമ്പോഴും കാണാൻ ഭംഗി ഉണ്ടാവും. എപ്പോഴും മനസ്സിലാക്കേണ്ടത്. പിന്നെ ചെയ്യുന്ന ഒരു പരിപാടിയാണ് എന്ത്, ബ്രൈഡ് ഏതെങ്കിലും ഒരു ഷെയ്ഡ് ഉണ്ടാവും, റെഡ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ എല്ലാം ചെയ്തിട്ട് ഗ്രൂം ഒരു സൂട്ട് എടുത്തു, ബ്രൈഡിന്റെ ഷെയ്ഡ് റെഡ് ആണല്ലോ, റെഡ് സാരിയാ. അപ്പൊ റെഡ് ടൈയും റെഡ് പോക്കറ്റ് കണക്ഷൻ കിട്ടാൻ അത്ര. ബ്രൈഡ് എന്തിട്ടാലും കണക്ഷൻ കിട്ടണമെങ്കിൽ അപ്പൊ ഈ ബ്രൈഡിന് ഈ കണക്ഷൻ ഒന്നും വേണ്ട. ഒരു ബ്ലാക്ക് ഒരു പീസ് കൊണ്ട് ബ്രൈഡിന്റെ ഡ്രസ്സിൽ വെക്കണ്ടേ, കണക്ഷൻ അങ്ങോട്ടും വേണ്ട. ഇപ്പൊ നമ്മള് വിക്ടിമാണ്. ഗ്രൂംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കല്യാണത്തില് വിക്ടിം ആവുള്ള ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അപ്പൊ എല്ലാം കത്തിച്ച് കഴിഞ്ഞിട്ട് ഡൊണാൾഡ് ട്രംപിന്റെ പോലെ എല്ലാം ബ്ലാക്ക് ഇട്ടിട്ട് ഒരു റെഡ് ടൈ ഇടും. ഈ നിലവിളക്ക് കത്തിച്ച പോലെ കംപ്ലീറ്റ് ഫോക്കസ് ഈ ടൈന്റെ മുകളിലേക്ക് കിട്ടും. ഈ അതുപോലെ ഈ ഗ്രൂമിന്റെ ബേസിക്കലി ഡ്രസ് കോഡ് അല്ലെങ്കിൽ കളർ പാലറ്റ് ബേസിക്കലി ഇത് മിക്സ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുമല്ലോ. ഇപ്പൊ ആദ്യം എടുത്ത ആളുടെ എന്താ അതുമായിട്ട് കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുന്നത് ഭയങ്കര ലാസ്റ്റ് അത് ബോറിലേക്ക് എത്തുന്ന ഒരു സ്റ്റേജാണ്. അത് കളർ കണക്ഷൻ കിട്ടാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. മാച്ച് വരണ്ടേ ബ്രൈഡും ഗ്രൂമെല്ലാം. അപ്പൊ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രൈഡിന്റെ ഡ്രസ്സിൽ മെറ്റാലിക് എലമെന്റ് ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സിൽവറിന്റെ വർക്ക് ഉണ്ടാവും, ഗോൾഡിന്റെ സർദോസിയുടെ വർക്ക് ഉണ്ടാവും, സ്റ്റോൺ വർക്ക് ഉണ്ടാവും. ആ വർക്ക് നമ്മൾ ഇൻസ്പയർ ആവും, ആ മെറ്റാലിക് എലമെന്റ്. ഇപ്പൊ റെഡ് ലെഹങ്കയിൽ ഗോൾഡിന്റെ വർക്കുകളാണ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മളൊരു ബ്ലാക്ക് സൂട്ട് അല്ലെങ്കിൽ ബ്ലാക്ക് ജോധ്പൂരി അല്ലെങ്കിൽ ഷെർവാണി ചെയ്തു. നമുക്കൊന്നില്ലെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഗോൾഡിന്റെ മെറ്റാലിക് എലമെന്റ് എടുത്ത് നമ്മുടേതായിട്ടുള്ള മോട്ടീവ്സ് ചെയ്യാം. സോ അങ്ങനെ കണക്ഷൻ കൊണ്ടുവരാം. സോ അതാണ് പെർഫെക്റ്റ് ബെറ്റർ ചോയ്സ്. അല്ല ലുക്സ് ക്ലാസി. അതല്ലാത്ത രീതി ഓരോരുത്തരുടെ കണ്ടിട്ടുണ്ട്. അപ്പൊ നിനക്ക് ക്ലാസ് ആയി തോന്നുന്നത്, എനിക്ക് ക്ലാസ് ആയി തോന്നുന്നില്ല, നമുക്ക് അങ്ങനെ കമന്റുകളൊക്കെ വരുന്നതല്ലേ.
അപ്പോൾ അതൊന്നും നമുക്ക് എല്ലാവരെയും പറഞ്ഞ് റെഡിയാക്കാനും തിരുത്താനൊന്നും പറ്റില്ല, അതിൻ്റെ ആവശ്യമില്ല. കാരണം എല്ലാവരും ഒരേപോലെ ചെയ്ത് കഴിഞ്ഞാൽ അതും ബോറിംഗ് ആയി മാറും. ഡിഫറെൻ്റ് ആൾക്കാർ ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുമ്പോഴാണ് ബെറ്റർ ആയിട്ടുള്ള ഐഡിയാസും തീരുമാനങ്ങളും ലുക്കുകളും പിന്നീട് വരുന്നത്. പിന്നെ അതൊരു എന്താ പറയുക സ്റ്റേബിൾ ആയിട്ടുള്ള സംഭവമായിട്ട് കുറച്ച് നാൾ പോയി കഴിഞ്ഞാൽ ആൾക്കാർക്ക് വെറൈറ്റി വേണം. എസ്പെഷ്യലി ഫാഷൻ, ആർട്ട്, സിനിമ, ആർക്കിടെക്ചർ, ഇതിലൊക്കെ ആൾക്കാർക്ക് എന്നും ന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾ വേണം. ഈ ആർക്കിടെക്ചറൊക്കെ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പണ്ടത്തെ ആർക്കിടെക്ചറൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിസൈനും കാര്യങ്ങളൊക്കെ. ഇപ്പൊ ഒക്കെ മിനിമലാണ്. ഇപ്പൊ ആൾക്കാർക്ക് മിനിമൽ ബോറടിച്ച് തുടങ്ങി. ഇനി വീണ്ടും കുറച്ച് സംഭവങ്ങൾ ഇത് തള്ളിക്കറ്റും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും പഴയ പോലെ വരും. ഇതിങ്ങനെ സൈക്ലിക്കായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കും. ഇതിന് ഒരു സ്റ്റാഗ്നന്റ് ആയിട്ടുള്ള ഒരു പോസ് ഇതിനില്ല. മനുഷ്യൻ മരിച്ച് ജനിച്ച് വളർന്നോളം കാലം ഈ സംഭവങ്ങൾ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതാണ് അതിന്റെ ഭംഗി. റിജിഡ് ആയിട്ട് നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മരണല്ലേ. അത് ഏത് ആർട്ട് ടൈംലെസ് ആണ്. ആർട്ട് എന്ന് പറഞ്ഞ സംഭവം സ്റ്റക്കായി നിൽക്കാൻ പാടില്ല. സ്റ്റക്കായി നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ മനുഷ്യന്മാർ ചിന്തിക്കുന്നില്ല. നമ്മളൊക്കെ ഈ കോമയിലിരിക്കുന്ന പോലെയോ. മനുഷ്യന്മാർക്ക് ചിന്തിക്കാൻ കഴിവുള്ളിടത്തോളം കാലം ഡെയിലി ഇത് മാറിക്കൊണ്ടിരിക്കും. അതാണ് അതിന്റെ ഭംഗി. ഈ മെൻസ് ഏറ്റവും നേരിടുന്ന ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ബ്ലാക്ക് പാൻസ് ആണ്. എപ്പോ നോക്കിയാലും അത് ഒരു ഏകദേശം വാഷിംഗ് മെഷീൻ ഇട്ട് കഴിയാൻ നേരത്തെ അതിന്റെ കഥ തീർന്നു എന്ന് പറഞ്ഞ അവസ്ഥയാണ്. അതെങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം? മെയിനായിട്ടേ നമ്മുടെ ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ വാഷ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു വട്ടം ഇട്ട് വാഷ് ചെയ്യും, വീണ്ടും ഇട്ട് വാഷ് ചെയ്യും. ബ്ലാക്ക് ഡൈ എന്ന് പറയുമ്പോൾ എക്സ്പെഷ്യലി ഡൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ 2-3 രീതിയിൽ ഡൈ ചെയ്യും. ഒന്ന് നമുക്ക് തീരെ കളർ പോകാത്ത രീതിയിൽ പോളിസ്റ്റർ രീതിയിലൊക്കെ നമുക്ക് പോളിസ്റ്റർ മെറ്റീരിയൽസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഡൈ ചെയ്യും. അത് പറഞ്ഞാൽ ഭയങ്കര കെമിക്കലി ഭയങ്കര ഹാർഷ് ആയിട്ടുള്ള സംഭവങ്ങളാണ് നമ്മുടെ സ്കിന്നിനും കാര്യങ്ങൾക്കൊക്കെ പ്രശ്നമാണ്. ബ്ലാക്ക് പാൻസ് കുറേ കാലം നിലനിൽക്കണമെങ്കിൽ 1-2 കാര്യങ്ങളുള്ളത്. ഒന്ന് ഫ്രീക്വന്റ് ആയിട്ടുള്ള വാഷ് കുറയ്ക്കുക. നമ്മളൊരു 8-10 ഇന്നത്തെ കാലത്ത് നമുക്ക് കിടന്ന് ഓടി പടഞ്ഞ് നടക്കുന്ന പരിപാടിയൊന്നും ഇല്ല. കാറിൽ പോയി, ബൈക്കിൽ പോയി, അല്ലെങ്കിൽ മെട്രോയിൽ പോയി നമ്മൾ സ്ഥലത്ത് ഇറങ്ങി കാര്യം ചെയ്ത് വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇതൊരു മിനിമം ഒരു 8-10 പ്രാവശ്യമെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ട്രൗസേഴ്സ് നമ്മൾ വെയർ ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യാൻ പാടില്ല. അതാണ് സസ്റ്റൈനബിൾ വേ എന്ന് പറയുന്നത്. വാഷ് ചെയ്യാൻ പാടില്ല. പിന്നീട് ഇപ്പം നമ്മൾ ഇട്ട് പോയപ്പോൾ എവിടെയെങ്കിലും ചെളിയായ ഭാഗം തുടയ്ക്കുന്ന പരിപാടി നമുക്കില്ല. നമ്മൾ മൊത്തം വാഷ് ചെയ്യുക. ചെളിയായ ഭാഗം ഏതാണോ ആ ഭാഗത്ത് നമുക്ക് വെറ്റായിട്ടുള്ള ഒരു ലൂക്ക് വാം വാട്ടറിൽ വെറ്റായിട്ടുള്ള ഒരു ക്ലോത്ത് എടുത്തിട്ട് ആ ഭാഗം നമുക്ക് തുടച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എയർ ഡ്രൈ ചെയ്യണം. ഇട്ട് കഴിഞ്ഞ് ഉടനെ നമ്മൾ എന്ത് ചെയ്യരുത്? ഫോൾഡ് ചെയ്ത് എടുത്ത് വെക്കരുത്. അതിനെ തിരിച്ചിട്ട് എയർ ഡ്രൈ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കണം. സൺലൈറ്റിൽ ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്? ബ്ലാക്ക് പാൻസിനൊന്നും ഇടരുത്. സൺലൈറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ എഗെയിൻ ഇത് ഫോട്ടോ സെൻസിറ്റീവ് ആണ്. മിക്ക ഡൈസും കളേഴ്സ് ഫെയ്ഡായി പോവും. ഷെയ്ഡിൽ വേണം നമ്മൾ എപ്പോഴും എന്ത് ചെയ്യാൻ? ഡ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് അയൺ ചെയ്യുമ്പോഴാണ് പിന്നീട് പ്രശ്നം വരുന്നത്. ഈ ബ്ലാക്ക് പാൻസ് ഒക്കെ അയൺ ചെയ്യുന്ന സമയത്ത് സിപ്പേഴ്സിന്റെ മുകളിൽ പോക്കറ്റ്സിന്റെ സൈഡിലൊക്കെ ഒരു വൈറ്റ് ഫോം വരും. എസ്പെഷ്യലി ഇത് വരിക സിന്തറ്റിക് ആയിട്ടുള്ള ഫാബ്രിക്സിലാണ് നമ്മൾ കൂടുതലുണ്ടാവുക. എന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ മുടിയൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഈ മുടിയുടെ ഫൈബേഴ്സ് ഫ്യൂസ് ആവും. രണ്ടും കൂടി മെൽറ്റ് ആയി കഴിഞ്ഞാൽ മുകളിൽ ലിക്വിഡ് സർഫസ് വരും. ആ സംഭവം പിന്നെ ഒരിക്കലും തിരിച്ചു പോവില്ല. ഇതെന്ന് പറയുമ്പോൾ ഒക്കെ ഫൈബേഴ്സ് ആണ്. പോളിസ്റ്റർ ആണെങ്കിലും വൂളാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഇതിന്റെ മുകളിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഒരു മെൽറ്റിംഗ് പോയിന്റ് ഉണ്ട്. ആ പോയിന്റിന് മുകളിലേക്ക് എത്തുന്ന സമയത്ത് ആ ഭാഗം മൊത്തം ഫ്യൂസ് ആയി പോയിട്ടാണ് ഒരു വൈറ്റ് കാസ്റ്റ് പോലെ ഒരു വൈറ്റ് പാട് സിബിന്റെ മുകളിലും പോക്കറ്റിന്റെ മുകളിലൊക്കെ വരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഡാർക്കർ ആയിട്ടുള്ള എല്ലാ കളേഴ്സും ഇൻസൈഡ് ഔട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അയൺ ചെയ്യാൻ വേണ്ടി. ഉൾഭാഗത്ത് അയൺ ചെയ്യണം. അതും സ്റ്റീം അയൺ ചെയ്യണം. ഒരിക്കലും ഡ്രൈ അയൺ എന്ന് പറഞ്ഞ സംഭവം ചെയ്യരുത്. ഡ്രൈ അയൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാസ്റ്റ് കൂടുതലാവും. സ്റ്റീം അയൺ ചെയ്യുമ്പോൾ ആ സ്റ്റീമിലാണ് വരുന്നത്. എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫൈബേഴ്സിനെ നമ്മൾ ഒരുമാതിരി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റിലൂടെ കടത്തിയിട്ടാണ് അതിന്റെ റിംഗിളായിട്ടിരിക്കാനുള്ള ടെക്സ്ചറിന് മാറ്റിയിട്ട് സ്ട്രൈറ്റ് ആക്കി വെക്കുന്നത്. അത് വീണ്ടും അതിലേക്ക് വാട്ടർ പോകുന്ന സമയത്താണ് അതിന്റെ ഹൈഡ്രജൻ ബോൺസ് ഒക്കെ വീണ്ടും ഫോം ചെയ്തിട്ടാണ് വീണ്ടും റിംഗിൾസ് വരുന്നത്. നമ്മൾ വീണ്ടും ഹീറ്റ് കൊടുക്കുന്ന സമയത്ത് ഈ ബോൺസിനൊക്കെ വീണ്ടും ബ്രേക്ക് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ വീണ്ടും ആ റിംഗിൾസ് ഒക്കെ പോയിട്ട് അത് സ്ട്രൈറ്റ് ആവും. അപ്പൊ എപ്പോഴും സ്റ്റീം അയണേ ചെയ്യാൻ പാടുള്ളൂ. സ്റ്റീം അയൺ എപ്പോഴും പാൻസിന്റെ ഉൾഭാഗത്ത് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഫോർമൽ ആയിട്ടുള്ള പാൻസ് ആണ്. നമുക്ക് ഈ ലൈൻസ് ഇടുന്ന പരിപാടി ഉണ്ട് ഫ്രണ്ടിൽ. അപ്പൊ അത് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ബേസിക് ട്രൂ ആയിട്ടുള്ള സൈഡിൽ ഒരു കർച്ചീഫ് അയണിങ് ക്ലോത്ത് എന്തെങ്കിലും ഇട്ടിട്ട് അതിന്റെ മുകളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ? അയൺ ചെയ്യാൻ. അപ്പോഴും ലാസ്റ്റ് ചെയ്യും. പിന്നെ വാഷ് ചെയ്യുന്ന സമയത്ത് ബാച്ചിലേഴ്സ് ഒക്കെ എന്താ ചെയ്യുക? ഇന്ന് നമ്മൾ സോക്ക് ചെയ്ത് ബക്കറ്റിൽ വെക്കും. 2 ദിവസം കഴിഞ്ഞിട്ട് 3 ദിവസം കഴിഞ്ഞിട്ട് വാഷ് ചെയ്യും. അല്ലെങ്കിൽ വാഷിംഗ് മെഷീനിൽ ഏതെങ്കിലും ഒരു ഡിറ്റർജന്റ് ഇട്ടിട്ട് ഒരു 60 മിനിറ്റിന്റെ അല്ലെങ്കിൽ 50 മിനിറ്റിന്റെ സൈക്കിൾ അങ്ങോട്ട് ഓൺ ആക്കി വെക്കും. ഫുള്ള് ഇത് ചെയ്തിട്ട് ഡ്രൈ ആയിട്ട് വരും. അങ്ങനെ ഇപ്പോഴും പ്രശ്നമാണ്. മാക്സിമം ഈ സംഭവം ഒരു 7 to 8 മിനിറ്റ്സ് 7 മുതൽ 8 മിനിറ്റ് വരെ മൈൽഡ് ആയിട്ടുള്ള ഡിറ്റർജന്റിലാണ് ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ്. എല്ലാ കളേഴ്സ് ഇട്ട് വെക്കണം എന്നുള്ളതാണ്. ഡാർക്ക് എസ്പെഷ്യലി കളർ പോകുന്നുള്ള സംഭവങ്ങൾ ഡാർക്ക് ആയിട്ടുള്ള കളേഴ്സ് ഇട്ട് വെക്കാൻ പാടുള്ളൂ. അങ്ങനെ ഇട്ട് വെച്ചിട്ട് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യണം?
അത് വേഗം സോക്ക് ചെയ്തിട്ട് ഒരുപാട് സമയമൊന്നും വെക്കാതെ വേഗം എടുത്ത് സ്ക്വീസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡ്രൈ ഇടണം. അങ്ങനെ കുറേ കാലം നിലനിൽക്കും. പിന്നെ ചില കളേഴ്സ് വേഗം ഡാർക്ക് കളേഴ്സിന്റെ ടെൻഡൻസി ഉണ്ട്, പെട്ടെന്ന് ലൈറ്റർ ആവും. ഈ കണ്ണാപ്പി സ്റ്റൈൽ എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, നമ്മള് ട്രെൻഡ് ഫോളോ ചെയ്യാന്ന് പറഞ്ഞിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജെൻസി പിള്ളേരൊക്കെ പറയാ ഇതെന്ത് കണ്ണാപ്പി സ്റ്റൈൽ എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ കേട്ടിട്ടുണ്ട് പല ആളുകളെയും ഇങ്ങനെ പറയുന്നത്. ഇങ്ങനെ പിള്ളേരൊക്കെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ നേരത്ത് മൂന്നാമത് ഒരാൾ വരാൻ നേരത്ത് ഇങ്ങനെ പിള്ളേർ പറയും. അപ്പം ആ ഒരു സംഗതി ഉണ്ടല്ലോ, ബേസിക്കലി ട്രെൻഡ്സിനോടൊപ്പം എങ്ങനെയാണ് ഫോളോ ചെയ്ത് പോവുക? കണ്ണാപ്പി സ്റ്റൈൽ എന്ന് പറഞ്ഞാല് നമ്മളിപ്പോഴും നേരത്തെ പറഞ്ഞില്ലേ, എംഫസിസിനെ അലോക്കേറ്റ് ചെയ്യുന്ന ഓവർ എക്സ്കേർഷൻ ഓഫ് ബ്രാൻഡ്സ് ആവുമ്പോഴാണ് കണ്ണാപ്പി സ്റ്റൈൽ ആവും. അത് ഓരോ എലിമെന്റ്സും സ്റ്റാൻഡ് ഔട്ട് ചെയ്യുമ്പോൾ അത് കണ്ണാപ്പിയായി. ഏതെന്ന് പറഞ്ഞ ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്കുന്ന ഒരു ക്യാപ്പ് ഇത് പ്രാഡയുടെ ആണ്, ഗ്ലാസ് ഗുച്ചിയുടെ ആണ്, ഷർട്ട് വെർസാഷെയാണ്, പാൻസ് ഇന്നതാണ്, ഷൂസ് ഇങ്ങനെയാണ്. മിക്ക ആൾക്കാർക്കും താല്പര്യം ഉണ്ടാവും ഓരോ ബ്രാൻഡ്, അതായത് ഐഡന്റിറ്റി സ്വാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വേഴ്സാഷയുടെ അല്ലെങ്കിൽ ഞാൻ പ്രാഡയുടെ അല്ലെങ്കിൽ ഞാൻ ബാലൻസിയാഗയുടെ ഒരു ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഐഡന്റിറ്റി ആയിട്ട് എന്നെ ആൾക്കാർ റിലേറ്റ് ചെയ്യും അല്ലേ. മിക്ക ബ്രാൻഡുകൾ എന്താ ചെയ്യുക, ഇപ്പൊ നിങ്ങളുടെ പോഡ്കാസ്റ്റില് ടൊവിനോയോ പൃഥ്വിയോ ആരെങ്കിലും വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലെവലായിട്ടാണ് നിങ്ങളുടെ പോഡ്കാസ്റ്റിന് ആൾക്കാർ എന്ത് ചെയ്യുക, താരതമ്യം ചെയ്യുക. അപ്പൊ അതുകൊണ്ടാണ് ഈ ബ്രാൻഡിങ് ചെയ്യുന്നത്. മിക്ക ജ്വല്ലറീസ് ആണെങ്കിലും ഒക്കെ ഈ ആക്ടേഴ്സിനെ വെച്ചിട്ടൊക്കെ മാർക്കറ്റിംഗും കാര്യങ്ങളും ചെയ്യാൻ കാരണം എന്താ, അവരുടെ ഐഡന്റിറ്റി സ്വാപ്പ് ചെയ്യാൻ വേണ്ടി. ഈ ബ്രാൻഡിനെ ഓപ്റ്റ് ചെയ്യുന്ന, ഞാനൊരു ബ്രാൻഡ് ഇറക്കി, ഇത് ബ്രാൻഡാണ്. ബ്രാൻഡ് എന്ന് പറഞ്ഞ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞാൽ നല്ല ക്വാളിറ്റിയിൽ നല്ല സംഭവങ്ങൾ കൊടുക്കുന്ന ഏതും സംഭവം നല്ല ബ്രാൻഡാണ്. പക്ഷെ ആൾക്കാർക്ക് അതല്ല വേണ്ട, വെൽ ഫേമസ് ആയിട്ടുള്ള വെൽ ബിൽഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡ് ഇടാൻ കാരണം അവരുടെ ഐഡന്റിറ്റി, ഡിഗ്നിറ്റി ഒന്നും മാറ്ററേ അല്ല, അവരുടെ ഐഡന്റിറ്റി, ആ ബ്രാൻഡിന്റെ പേര്, ആ ബ്രാൻഡ് ആരൊക്കെയാണ് ഇടുന്നത് അത് എനിക്ക് കിട്ടണം എന്നുള്ള ഒറ്റ ഉദ്ദേശങ്ങളുണ്ട്. അതും പ്ലക്കാർഡ് പോലെ നെഞ്ചത്ത് തന്നെ എഴുതും വേണം, ബാലൻസിയാഗ അല്ല അതേപോലെ എഴുതി കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് ഐഡന്റിറ്റി കിട്ടുള്ളൂ. കാരണം ബാലൻസിയാഗയുടെയും വെഴ്സാഷയുടെയും ടീഷർട്ട് ആണെങ്കിൽ പോലും ഉള്ളിലുള്ള ടാഗ് മാത്രമാണെങ്കിൽ മെജോറിറ്റി വാങ്ങില്ല. അവർക്കത് നെഞ്ചത്ത് എഴുതണം. നമ്മൾ കാശ് കൊടുത്തിട്ട് ആ ബ്രാൻഡിന്റെ ഒരു ഹോർഡിംഗ് ആയിട്ട് നമ്മൾ നടക്കണം. അപ്പോൾ ഇവർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് വാങ്ങി. എക്സ്പെഷ്യലി ഇത് ഈ ഓൾഡ് മണി നല്ല പെട്ടെന്ന് കാശുണ്ടാക്കുന്ന ആൾക്കാർ വാണബി സെഗ്മെന്റ് എന്ന് പറയും. എനിക്ക് കാണിക്കണം, എനിക്ക് കാശുണ്ട്, ഞാനും സമ്പാദിക്കണ്ട, ആ ലെവലിലുള്ള ആൾക്കാരാണ് എന്ത് ചെയ്യുക. അപ്പൊ ഇതൊക്കെ ഞാൻ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്റെ ഉള്ളതാണെന്ന് ആൾക്കാർക്ക് തോന്നും. അപ്പൊ അതിന്റെ ടീഷർട്ട്, അതിന്റെ പാന്റ്, അപ്പൊ എല്ലാത്തിലേക്കും എംഫസിസ് ആണ്, കളർ ആയിക്കോട്ടെ. അപ്പൊ ഇതെല്ലാം സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന സമയത്ത് എന്താ ഞാൻ പറഞ്ഞില്ല, മാക്സിമലിസ്റ്റിക് വേ ഓഫ് സ്റ്റൈലിംഗ് ആണ്. മാക്സിമലിസ്റ്റിക്കിനെ ക്ലൗൺ ആക്കാൻ വളരെ എളുപ്പമാണ്. കാരണം പ്രോപ്പർ ആയിട്ട് ക്യൂറേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ കണ്ണാപ്പിയാവും. കണ്ണാപ്പി എന്ന് പറഞ്ഞാൽ ക്ലൗൺ എന്ന് പറഞ്ഞാൽ മെസ്സി ആയിട്ടുള്ള ലുക്ക് ആയിരിക്കും. അത് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. എപ്പോഴും നമ്മൾ സ്റ്റൈലിസ്റ്റ് എന്താ പറയുക, ഭയങ്കര ക്ലാസി ആയിട്ട് തന്നെ നടക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. പക്ഷെ മെജോറിറ്റി ഓഫ് ദ ആൾക്കാർ ചിന്തിക്കുന്നത്, ഞാനിതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ മിക്ക ഓണ്ടർപ്രണേഴ്സ് ഉണ്ട്, അതായത് ഇവർ ബൂട്ട് സ്ട്രാപ്പിംഗ് ഒക്കെ ചെയ്തിട്ട് വളരെ ബേസ് ലെവലിൽ, ഇപ്പം നിങ്ങളുടെ ചാനൽ എങ്ങനെ തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്കറിയാം, വളരെ ബേസ് ആയിട്ടുള്ള ലെവലിൽ നിന്ന് തുടങ്ങി അത്യാവശ്യം സെറ്റപ്പ് ആവുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ തുടങ്ങിയ സമയത്തൊക്കെ എന്താ, ഇവർ വളരെ കഷ്ടപ്പെട്ട് ഓരോ റവന്യൂ ഉണ്ടാക്കി അത്യാവശ്യം 1 crore ആയി അല്ലെങ്കിൽ ഓരോന്നാവുന്ന സമയത്ത് ഇവർക്ക് ബോഡി ശ്രദ്ധിക്കാൻ സമയമില്ല, ഡ്രസ്സിങ് ശ്രദ്ധിക്കാൻ സമയമില്ല, എന്തൊക്കെയോ ഇട്ട് ഓടി. കാരണം ഇവർ തന്നെയാണ് സെയിൽസ്മാൻ, ഇവർ തന്നെ മാർക്കറ്റിംഗ്, ഇവർ തന്നെ അക്കൗണ്ടന്റ്, എല്ലാം ഇവർ തന്നെയാണ്. ഒക്കെതായി എന്നാൽ അത്യാവശ്യം ഫണ്ടൊക്കെ റേസ് ആയി വന്നതിന് ശേഷം ഇവർ പോകുന്ന സർക്കിൾ മാറി, ഇവർ മീറ്റ് ചെയ്യുന്ന ആൾക്കാർ മാറി. ഇവരിപ്പോൾ മീറ്റ് ചെയ്യുന്നത് വലിയ വലിയ ആൾക്കാരായിട്ട്, വലിയ വലിയ ആൾക്കാർ ഇൻ ദ സെൻസ് ഫിനാൻഷ്യലി വെൽ ബിൽഡ് ആയിട്ടുള്ള ആൾക്കാരായിട്ടാണ്. അപ്പൊ അവരുടെ ഡ്രസ്സിങ് വേറെയാണ്. അപ്പൊ ഇവർക്ക് എന്തോ കൈൻഡ് ഓഫ് ലൈക്ക് ഓൾഡ് ആയിട്ടുള്ള ഒരു ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും അവരുടെ. ഞാനിപ്പോ നമ്മൾ തന്നെ അത്യാവശ്യം ഫണ്ടൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം വല്ല പാർട്ടിക്കോ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് പോകുന്ന സമയത്ത് വി ക്യാൻ അഫോർഡ് ദ പാർട്ടി, നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടാണ് കയറുന്നത്. പക്ഷെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ വി ഫീൽ ഇൻസെക്യൂർ. എല്ലാവരുടെയും ചില ആൾക്കാർക്ക് ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യും, അത് ഞാൻ ചേരുന്നില്ലല്ലോ എന്ന്. അപ്പൊ അങ്ങനെയുള്ള കേസിൽ ഇവർ എന്താ ചെയ്യുക, ഉടനെ പെട്ടെന്ന് ചെയ്യുന്ന പരിപാടിയാണ് എല്ലാവരും ബാൾമെയിൻ്റെ ഷർട്ട്, ആ ലോഗോ നെഞ്ചത്ത് വെച്ചിട്ട് കുറെ ഓർണമെന്റ്സ് വാങ്ങിയിട്ടിട്ട്. കാരണം ഉണ്ട് എന്ന് കാണിച്ചാലാണ്. ഇപ്പൊ ദുൽഖറൊക്കെ ഒരു ലേറ്റസ്റ്റ് ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു, അനുപം ചോപ്രയുടെ എന്ന് തോന്നുന്നുണ്ട്, എനിക്ക് ഓർമ്മയില്ല കേട്ടോ, അവിടെ നിന്ന് പറയേണ്ട ആ ഒരു ഹിന്ദി ഫിലിം സെറ്റിൽ പോയ സമയത്ത് സിമ്പിളി ആള് ഹീസ് ദുൽഖർ, ഹി നോ ദ ആക്ടിങ് എവറിത്തിങ്, ആള് സിമ്പിളായിട്ട് പോയിരിക്കുന്ന സമയത്ത് കിട്ടേണ്ട വാല്യൂ കിട്ടുന്നില്ല. മേ ബി അഭിനയിച്ചതിന് ശേഷം ആളുടെ മോണിറ്ററിലേക്ക് നോക്കാൻ പറ്റുന്നില്ല, മേ ബി ഹീസ് നോട്ട് ഗെറ്റിംഗ് എ ചെയർ ടു സിറ്റ്, അതൊന്നും കിട്ടുന്നില്ല. പക്ഷെ അവിടെ നമ്മൾ കാണിക്കണം, ഐ ഹാവ് എ ഗ്രൂപ്പ്, ഐ ഹാവ് എ കാരവാൻ, അവർ 5-6 പേരായിട്ട് വന്ന് ഒരു സ്റ്റാർ മെറ്റീരിയൽ ആണെന്ന് കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹി ഗെറ്റ് ദാറ്റ് കൈൻഡ് ഓഫ് ലൈക്ക് റെസ്പെക്ട് ആൻഡ് എവറിത്തിങ്. ഇവിടെ എങ്ങനെയാണ്, നോക്കണ സമയത്ത് ബാൾമെന്റ് ഷർട്ട് എന്തെങ്കിലും ഉണ്ട്, കാശുണ്ട് കേട്ടാ, ആ ഒരു സെറ്റപ്പ് മണി ഓട്ടോമാറ്റിക്കലി അട്രാക്ട് ഡിമാൻഡ് റെസ്പെക്ട്. അത് അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പൊ അത് മനുഷ്യന്മാർക്ക് അറിയണത് കൊണ്ടും, പക്ഷെ അവര് ഉദ്ദേശിക്കുന്ന രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ ബ്രാൻഡ് എടുത്തിടുക. ചില സമയത്ത്
ഒരു 95% കോമാളി വൈബായി മാറും. അതെ ഇവര് തന്നെയാണ് നമ്മുടെ അടുത്തേക്കും മിക്ക ആൾക്കാരും വരും. അത് തെറ്റോ ശരിയല്ല. പക്ഷെ ബ്രാൻഡിനെ ആണെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 500 രൂപയുടെ ടീഷർട്ട് മമ്മൂക്ക സ്റ്റൈൽ ചെയ്യേണ്ട രീതിയിലേക്ക് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇറ്റ് ലുക്സ് ക്ലാസി. സെയിം സംഭവം 50,000 രൂപ ടീഷർട്ട് പൊട്ട രീതിക്ക് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 500 രൂപയുടെ ഫീൽ ഉണ്ടാവുള്ളൂ. ഒരു ജസ്റ്റ് റേറ്റിംഗ് ചലഞ്ചാണ്. ഞാൻ ഷൂ റേറ്റിംഗ് ആണ്. ഞാൻ ഒരു ബ്രാൻഡ് പറയാം, അതിന്റെ റേറ്റിംഗ്. നൈക്കി കംഫർട്ട് വെച്ച് നോക്കുകയാണെങ്കിൽ 8 out of 10. ന്യൂ ബാലൻസ് അതും 8.5. പ്യൂമ ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഒരു 7.5. റീബോക്ക് അതൊക്കെ നമ്മൾ 7.5. സ്കെച്ചസ് റിയലി ഗുഡ്, ഒരു 9. കോൺവേഴ്സ് ഈസ് ഓൾസോ ഗുഡ്, 8.5. ബ്രോങ്സ് ഞാൻ അത്രയും അങ്ങോട്ട് യൂസ് ചെയ്യാത്തതാണ്. ഐ ഡോണ്ട് നോ അബൌട്ട് ഇറ്റ്. ഒരു 78-ന്റെ ഇടയിൽ കൊടുക്കാം. കേരള സ്പെഷ്യൽ ബ്രിക്കൻ സ്റ്റോക്ക്. ബർക്കിൻ സ്റ്റോക്കിന്റെ പ്രശ്നം എന്താണെന്നറിയോ? എല്ലാവരുടെ അടുത്തുണ്ട് സാധനം, പക്ഷെ അതിനെ കൊണ്ട് നടക്കാൻ ആൾക്കാർക്ക് അറിയില്ല. ഇപ്പൊ ഞാനൊരു 2 ദിവസം മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ഡ്രസ് ചെയ്യണ സമയത്ത് നമ്മൾ കോട്ടൺ ഷർട്ടൊക്കെ ഇടുന്ന സമയത്ത് ഷർട്ട് ചുളിയാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? കാരണം വെഡിങ്ങിന്റെ ഷർട്ട് നമ്മൾ ഷർട്ട് ഇട്ടതിന് ശേഷമാണ് പാന്റ് ഒക്കെ ഇട്ട് കഴിയുമ്പോഴേക്കും ആകെ ഷർട്ടിന്റെ ഈ ഭാഗമൊക്കെ ചുളിയുണ്ടാവും. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ആ വീഡിയോയുടെ അവസാനിക്കുന്നത് ഷൂ ഷർട്ട് ഇടുന്നേക്കാളും മുമ്പ് ഷൂ അല്ലെങ്കിൽ ചപ്പൽസ് ഇടാൻ ഞാൻ പറയും. അപ്പൊ ആൾക്കാരെ പറയാം അപ്പൊ റൂമിന്റെ അകത്ത് കൊണ്ടുപോയി ഷൂ വെക്കാന്നുള്ളത് പറയും. ഇതൊരിക്കലും ഒരു സാധാരണക്കാരന് വേണ്ടിയല്ല ഞാൻ പറയണത്. കാരണം അവരുടെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കോൺസെപ്റ്റ് ആണ്. ചപ്പൽസ് എന്ന് പറഞ്ഞ വീടിന്റെ പുറത്ത് ഇടാനുള്ളതാണ്, ചെരുപ്പ് മണ്ണിൽ ചവിട്ടാനുള്ളതല്ലേ, എന്തിനാ എത്രയും സ്പെൻഡ് ചെയ്യണ്? അങ്ങനെയൊക്കെ ഉണ്ട്. നമ്മൾ 5,000 രൂപയ്ക്ക് ഒരു ചപ്പൽ എടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ ചവിട്ടി നടക്കുന്ന ഡയലോഗ് അടിക്കും. അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയല്ല എന്റെ വീഡിയോസ്, എന്റെ ബ്രാൻഡ് അവർക്ക് വേണ്ടിയിട്ടേ ഉള്ളതല്ല. അപ്പൊ നമ്മൾ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം കെയറിങ് ഉണ്ട്. പ്രീമിയം ആയിട്ടുള്ള സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും നശിക്കാത്തത്, കേടുവരാത്തത് എന്നല്ല അർത്ഥം. പ്രീമിയം ആയിട്ടുള്ള സംഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഡെലിക്കേറ്റ് ആണ്. അതിന് അതിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് നോക്കാൻ പറ്റണം. റോൾസ് റോയ്സ് എടുക്കാനല്ല ബുദ്ധിമുട്ട്, മെയിൻറ്റെയിൻ ചെയ്യാനാ ബുദ്ധിമുട്ട്. മനസ്സിലാവുന്നുണ്ടോ? പ്രീമിയം ആയിട്ടുള്ള സെഗ്മെന്റിലേക്ക് എത്താൻ ബുദ്ധിമുട്ടില്ല, പക്ഷെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനാ ബുദ്ധിമുട്ട്. പൃഥ്വിരാജൊക്കെ ചില ഇന്റർവ്യൂസിൽ പറയാറുണ്ട്, എന്ത് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻസ്പയർഡ് ആവുന്ന ഒരു ലെവലിലേക്ക് എത്താൻ എളുപ്പാ. എത്തിക്കഴിഞ്ഞ പണിയാ പിന്നെ പിന്നെ ഒരു ടാസ്ക് ആണത്. അത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. കാരണം തിരിച്ചു പോക്കില്ല. പിന്നെ കോൺസ്റ്റന്റ് നമുക്ക് അതാണ് നല്ലൊരു കാശ് കൊടുത്തൊരു സംഭവം വാങ്ങുക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ബർക്കിൻ സ്റ്റോക്ക് ഒരു 7,500 റുപ്പീസിന് വാങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നോർമൽ നമ്മുടെ ബ്രാൻഡിന്റെ പേര് പറഞ്ഞ പ്രശ്നം, നോർമൽ സ്ലിപ്പേഴ്സ് പോലെ സ്ലൈഡേഴ്സ് പോലെ നമ്മൾ പുറത്തിട്ട് മഴ നനച്ച് അതിന്റെ കെയറിങ്ങും കാര്യങ്ങളും നോക്കാതെ ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് വോണ്ട് ലാസ്റ്റ്. സാധാരണ 500 രൂപയുടെ എന്താ പറയാ ചപ്പൽസ് ലാസ്റ്റ് ചെയ്യുന്ന അത്ര പോലും ലാസ്റ്റ് ചെയ്യില്ല. നോക്കേണ്ട പോലെ നോക്കിയാലും. പിന്നെ ഇതൊക്കെ കണ്ടിന്യൂസ് റെഗുലർ യൂസിന് വേണ്ടി ഉണ്ടാക്കിയിരുന്നതല്ല. ആകെ ഒരു ചെരുപ്പുള്ളൂ എന്നൊക്കെ ഞാൻ ബർക്കിൻ സ്റ്റോക്ക് വാങ്ങാം. എങ്ങോട്ട് പോകുമ്പോഴും ബർക്കിൻ സ്റ്റോക്ക് നടക്കില്ല, അത് വർക്കൗട്ട് ആവില്ല. അത് അങ്ങനെയുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടല്ല. പക്ഷെ അവരുടെ മാർക്കറ്റിംഗ് കാര്യങ്ങൾ കാരണം ആൾക്കാർ എത്രത്തോണ്ട് പ്രാവശ്യം വാങ്ങുന്നു, 2 രീതിയിൽ. ഒന്നും ക്വാണ്ടിറ്റേറ്റീവായി ചിന്തിക്കാം, അല്ലെങ്കിൽ ക്വാളിറ്റേറ്റീവായി ചിന്തിക്കാം. നമ്മളൊരു പ്രീമിയം ആയിട്ടുള്ള സംഭവം വാങ്ങുന്ന സമയത്ത് നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ടത് അത് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് വെക്കണം. ലോങ് ലാസ്റ്റിംഗ് ആയി വെക്കുക എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം നമ്മളൊരു ആഴ്ചയിൽ അത് ഇടും. ആഴ്ചയിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് എങ്ങനെ കെയർ ചെയ്തിട്ട് കീപ്പ് ചെയ്യുന്നുള്ള കാര്യം. കാരണം നമ്മൾ ചില ഷൂസൊക്കെ ലെതറിന്റെ ഒക്കെ ഇട്ടിട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ തീരെ പ്രോപ്പർ അല്ലാതെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പീൽ ഓഫ് ചെയ്ത് പോവും. ഇങ്ങനെ തുണി പോലെ ഇങ്ങനെ എതള പോലെ പൊന്തി പോവും അത്. അപ്പൊ അതിന് കെയർ ചെയ്യണം. ഇടുമ്പോഴും ഇടാത്തപ്പോഴും കെയർ ചെയ്യണം. പിന്നെ അത് ബർക്കിൻ സ്റ്റോക്കിന്റെ എന്ന് പറയുമ്പോൾ നമ്മുടെ കാലിൽ ഇവിടെ ഹ്യൂമിഡിറ്റി കൂടുതലാണ്. നമ്മുടെ കാലിലൊക്കെ ഓയിൽ കണ്ടന്റ് കൂടുതലാണ്. കുറച്ച് നാൾ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ ഭാഗത്ത് ഇപ്പൊ ലൈറ്റ് ബ്രൗൺ ആണെങ്കിൽ ഡാർക്ക് ബ്രൗൺ ഒരു സംഭവം വരും. അപ്പൊ അതിനെ എങ്ങനെ ഷേവ് ഓഫ് ചെയ്ത് കളയാം, അതിനെ എങ്ങനെ കെയർ ചെയ്യാം. ചില ആൾക്കാർക്ക് അത് ക്രാക്ക് വരാറുണ്ട്. അപ്പൊ അതിന്റെ കെയറിങ് സംഭവങ്ങളൊക്കെ ഉണ്ട്. സർവീസസ് അവൈലബിൾ ആണ്. പക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ചപ്പൽസും ഷൂസും കൊണ്ടിട്ട് എത്രത്തോണ്ട് സർവീസിന് കൊടുക്കുന്നല്ല അറിയില്ല. കാരണം വാങ്ങാൻ ആൾക്കാർക്ക് എവരിബഡി നോസ് ബർക്കിൻ സ്റ്റോക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ബ്രാൻഡിന്റെ. പക്ഷെ എത്ര പേർക്ക് അറിയാം അത് ഇങ്ങനെയൊക്കെ കെയർ ചെയ്യണം? അതൊന്നും ചിന്തിച്ചിട്ടല്ല വാങ്ങണത്. ഉടനെ കമന്റ് ഇടും, റിവ്യൂ ഇടും, ഇത് ശരിയായില്ല, അങ്ങനെ ശരിയായില്ല. പക്ഷെ അതിന്റെ അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട്. ക്ലീനിങ് കിറ്റ്സ് ഉണ്ട്. കിറ്റ് വാങ്ങുന്നതിന്റെ ഉപരി അവയർനെസ് ആണ്. പ്രീമിയം ആയിട്ടുള്ള എന്ത് സാധനമാണ്. പ്രീമിയം എന്ന് പറയുന്നത് ഒന്ന് കോസ്റ്റ് കൂടുതലാണ്,
പണ്ട് എന്ന് പറയുമ്പോൾ പ്രീമിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അത് എന്താ പറയുക കിട്ടുന്ന സംഭവമല്ല, എല്ലാവർക്കും പോയിട്ട് വാങ്ങാൻ പറ്റില്ല. ഇന്നത്തെ കാലത്ത് എന്താ, എല്ലാവരും കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആണ്, എല്ലാവരുടെ കയ്യിൽ ആവശ്യത്തിന് പൈസയുണ്ട്. അപ്പോൾ വീട് വെക്കണേക്കാളും അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിനേക്കാളും ഫസ്റ്റ് ചെയ്യുക ഷോ ഓഫ് ആണ്. ഡസൻ മാറ്റർ. അപ്പൊ ഷോ ഓഫ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് വാങ്ങണത് ഷൂസ്, ജെൻസ് ആണെങ്കിൽ ഷൂസ്, വണ്ടി, വാച്ച്, അങ്ങനത്തെ സംഭവങ്ങളാണ്. അപ്പൊ അത് വൃത്തിക്ക് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മിക്ക സെലിബ്രിറ്റീസിന്റെ ഇതിലൊക്കെയാണ് നമ്മൾ അവരെ ഫോളോ ചെയ്യേണ്ടത്. കാരണം അവർക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും, അവർക്ക് അത് ആവശ്യമാണ്. അവർക്കൊരു ക്ലോസറ്റ് സെപ്പറേറ്റേ ഉണ്ടാവും. അവരുടെ ഷൂ വെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഫുട്വെയർ സ്റ്റോഴ്സിലൊക്കെ എങ്ങനെയാണ് ഷൂ സംഭവങ്ങൾ കെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അതേപോലെയാണ്. ഈ ഷൂസിനെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പൊ നീരജ് മാധവ് ഒക്കെ ഒരുപാട് അറൌണ്ട് 100 pairs ഓഫ് ഷൂസ് ഉണ്ടെന്ന് പറയുന്നത്. അത് അത്യാവശ്യം നല്ല ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഷൂസാണ്. ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമുക്ക് ഇതിന്റെ വീഡിയോസും കാണാം. ഇവരെന്ന് കഴിഞ്ഞാൽ ഇത് പ്രോപ്പർ ആയിട്ട് ബ്രീത്തബിൾ ആയിട്ടുള്ള ബാഗ്സിൽ വെച്ച് അതൊരു വിസിബിൾ ആയിട്ടുള്ള ബാസ്ക്കറ്റിന്റെ ഉള്ളിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് എടുത്തിട്ട് കെയറിങ് ചെയ്തിട്ട് എടുത്തു വെക്കും. അല്ലാതെ ഇത്രയും ജസ്റ്റ് ഇമാജിൻ ഒരു 100 pairs ഓഫ് ഷൂസ് നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ഷൂ അപ്പൊ എത്ര പ്രാവശ്യം ഉണ്ടാവും ഒരു മാസം? പോസിബിൾ അല്ല, ഒരു പ്രാവശ്യം പോലും ഉണ്ടാവില്ല. പക്ഷെ ഒരു പ്രാവശ്യം ഇടുന്നില്ല എന്നുണ്ടെങ്കിൽ അപ്പൊ അതിന്റെ ലൈഫിന്റെ കാര്യം ചിന്തിച്ച് നോക്കി. അപ്പൊ അതിനെ അങ്ങനെ കെയർ ചെയ്യണം. കെയർ ചെയ്യണത് അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. ഷൂവിന് പിന്നെ കെയർ ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള ഒരു വാങ്ങാൻ അത്രേ ഉള്ളൂ. ഈ ഹെയർ സ്റ്റൈല് ബേസിക്കലി എങ്ങനെയാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഡ്രസ് കോഡുമായിട്ട്? നമുക്ക് എപ്പോഴും ഈ സംഭവമില്ലേ, ഇവിടുത്തെ ഹെയർ സ്റ്റൈല്, കേരളത്തിലെ ഹെയർ സ്റ്റൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയറിന്റെ ടെക്സ്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരുമാതിരി കൂതറ ടെക്സ്ചറാണ്. അത് എങ്ങനെയൊക്കെ ഇരുത്തിയാലും ഇരിക്കില്ല. അപ്പൊ നമ്മളിത് സെലിബ്രിറ്റീസിന്റെ ഇവരെയൊക്കെ കണ്ടിട്ട് നമ്മളിത് ഫുൾ ടൈം ഹെയർ സ്പ്രേയും വാക്സും കാര്യങ്ങളും ഹീറ്റ് ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ഹെയർ ഉണ്ടാവില്ല. സെലിബ്രിറ്റീസിന്റെ അടുത്തും ഇവരുടെ അടുത്തൊക്കെ ക്ലോസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാമെന്ത് ഇവർക്കൊക്കെ ഹെയർ ലോസും ഇവർക്കൊക്കെ ഹെയർ ഇഷ്യൂസ് ആണ്. ഇഷ്യൂസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും വലിയ ഇഷ്യൂസാണ്. പക്ഷെ ഇത് നമ്മൾ അറിയാതിരിക്കാൻ കാരണം എന്താ, അടുത്ത പ്രാവശ്യം ഇവർ വരുമ്പോഴും അത് സെറ്റ് ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ട് വിഷ്വലി കാണുന്ന സമയത്ത് ഭംഗിയുണ്ട്. പക്ഷെ അത് വർക്കിംഗ് ആയിട്ടുള്ള ഒരു കണ്ടീഷനിലല്ല മിക്ക ആൾക്കാരുടെ ഉള്ളത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഹെയർ സ്റ്റൈലിനേക്കാൾ ഉപരി ഹെയർ കട്ടിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാം. ഹെയർ കട്ട്, അതായത് നമുക്ക് മാനേജബിൾ ആയിട്ടുള്ള രീതിയിൽ ഹെയർ കട്ടും കാര്യങ്ങളും ചെയ്തിട്ട് ജെൻസിനൊക്കെ ആണെങ്കിൽ ചില ലോങ് ഹെയർ അല്ലാത്ത മിക്ക ആൾക്കാർക്ക് എളുപ്പം, മിക്ക ആൾക്കാർ ഒരു വേവി ഹെയർ സ്റ്റൈലാണ്. അപ്പൊ അതിന് പ്രോപ്പറായിട്ട് നമ്മുടെ ഡ്രസ്സിനനുസരിച്ച് നമ്മൾ ഫുള്ളി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു അറ്റയറിലാണ് നമ്മളതിനെ ഒതുക്കണമെന്നുണ്ടെങ്കിൽ ഹെയർ മാത്രം മെസ്സി ആയിട്ടിരുന്ന് കഴിഞ്ഞാൽ ഡസൻ ഫീൽ ഗുഡ്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഗാർമെന്റും കാര്യങ്ങളും ഇടുന്ന സമയത്ത് ഹെയറും സ്ലീക്ക് ആൻഡ് ഷാർപ്പാക്കി വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇറ്റ് ലുക്സ് ഗുഡ്. ഓരോ പ്രാവശ്യം 2 പ്രാവശ്യം ഒന്നും നമ്മൾ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഉപയോഗിക്കുന്നത് കുഴപ്പമില്ല. അതെല്ലാം കുറച്ച് കാഷ്വൽ ആൻഡ് റിലാക്സ്ഡ് ആയിട്ടുള്ള വൈബിലാണെങ്കിൽ യു ക്യാൻ ഡു എനി ഹെയർ സ്റ്റൈൽ ആസ് യു വിഷ്. അത് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം നമ്മൾ എൻ്റെ കൈൻഡ് ഓഫ് സ്റ്റൈലിങ്ങിൽ എപ്പോഴും ഫേസ് കാർഡിനാണ്. ഈ എന്റർപ്രണേഴ്സിനെ സ്റ്റൈൽ ചെയ്യുമ്പോഴും വെഡിങ്ങിന് സ്റ്റൈൽ ചെയ്യുമ്പോഴും ഒക്കെ ഫേസ് കാർഡ് വാല്യൂ ഉണ്ട്. ഫേസ് കാർഡിന് വാല്യൂ കിട്ടണം. അപ്പൊ ആ സമയത്ത് ഹെയർ സ്റ്റൈൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം മേക്കപ്പ് ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അല്ലാത്ത സമയത്ത് ഡു എ നീറ്റ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഹെയർ കട്ട്, അതും വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ഓവർ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനടുത്ത് ഇതൊക്കെ ഒരു കണക്ഷൻ നെറ്റ്വർക്കാ. നിങ്ങൾ ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കുമ്പോൾ നിങ്ങളുടെ ഹെയർ പോകും, അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെന്റ് അവർ ചെയ്യും, അപ്പോൾ അവർ ഇവർക്ക് പൈസ കൊടുക്കും. അങ്ങനെ കണക്ട് ചെയ്ത് പോയിക്കൊണ്ട് ലൂപ്പിൽ പെടാനാണ് ചാൻസസ് കൂടുതൽ. എത്രയൊക്കെ പറഞ്ഞാലും ലൂപ്പിൽ പെടാനാണ് ചാൻസസ് കൂടുതൽ. ഞാനായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഡു എ നൈസ് ഹെയർ കട്ട് വൺസ് ഇൻ എ വെൽ, ഡു എ ഹെയർ സ്റ്റൈലിംഗ് ഇഫ് യു, അല്ലെങ്കിൽ നോർമലായിട്ട് നമുക്ക് ചെയ്യുന്ന സ്റ്റൈല് നാച്ചുറൽ ആയിട്ടുള്ള ടെക്സ്ചേഴ്സിന് അതിൻ്റെതായിട്ടുള്ള ഭംഗിയുണ്ട്. അപ്പോൾ എൻ്റെ ഗ്രേസും കാര്യങ്ങളൊക്കെ ഐ കെപ്റ്റ് ഇറ്റ് ലൈക്ക് ദിസ് ഓൺലി, നാച്ചുറൽ ആയിട്ട് വന്നിട്ടുള്ളതാണ്. നമ്മൾ അത് ഭംഗി തോന്നുന്നവരുണ്ടാവാം, ഭംഗി തോന്നാത്തവരുണ്ടാവാം. അറ്റ് ദി എൻഡ് സിനാൻ നേരത്തെ ചോദിച്ച പോലെ കണ്ണാടിയും നോക്കുന്ന സമയത്ത് ഇഫ് ഐ ഫീൽ ഗുഡ്, എൻ്റെ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിൽ ഡസൻറ്റ് മാറ്റർ. ഈ 2026 ഏറ്റവും ട്രെൻഡ് ആകാൻ പോകുന്ന ഇത് സ്റ്റൈൽ ഏതായിരിക്കും? 2026 കുറച്ചുകൂടെ സ്റ്റേബിൾ ആയിരിക്കും. കാരണം ബാഗി പോയിട്ടുമില്ല, ഓൾഡ് മണി എന്ന ആൾക്കാർക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാനും പറ്റുന്നില്ല. കാരണം ഗുർഖ പാൻസ് ഒക്കെ ഇറങ്ങിയ സമയത്ത് ഗുർഖ പാൻസ് ഇന്നാൾ അവിടെ ഇട്ടു ഇന്നാൾ ഇവിടെ ഇട്ടു എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രീ സ്റ്റൈലിന്റെയും ഓൾഡ് മണിയുടെയും ഒരു കോമ്പിനേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടും തമ്മിൽ മിക്സ് ആയിട്ട് ഈ സെയിം സംഭവം തന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനാണ് ചാൻസസ് കൂടുതൽ. കളർ വൈസ് എക്സ്ട്രീം കോമ്പിനേഷൻസ് ഇടാൻ ചാൻസസ് കൂടുതൽ. അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെ ബർഗണ്ടി വൈറ്റ്, ഗ്രീൻ ബ്ലാക്ക്, അങ്ങനത്തെ ഡാർക്ക് ബ്രൗൺ ബേജ്, അങ്ങനത്തെ കളർ കോമ്പിനേഷൻസും ഇവരുടേതായിട്ടുള്ള ബാഗി ഫിറ്റും ഓവർ സ്ലിം ഫിറ്റ് ആക്കാതെ അതിലേക്ക് ഇനി അടുത്ത് വരാൻ 2026 പക്ഷേ 27-28 ആകുമ്പോൾ കുറച്ചുകൂടി സ്ലിം ഫിറ്റ് എന്നുള്ള റേഞ്ചിലേക്ക് വരാൻ ചാൻസസ് കൂടുതലാണ്. ഇപ്പോൾ
ഫിറ്റ് അത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് കളർ വേസും പ്രിന്റിനോടുള്ളൊക്കെ താല്പര്യം ഇപ്പൊ കുറഞ്ഞു. ഇപ്പൊ കുറച്ചുകൂടി സോളിഡ് ആയിട്ടുള്ള ഷെയ്ഡ് പ്ലസ് ആ ഒരു ലൂസ് ഫിറ്റിന്റെ കംഫർട്ട്, ആ ഒരു ട്രെൻഡ് നിലനിൽക്കാൻ യുവർ വാച്ച് ബൈ ഡ്രസ് കോഡ്സ് സൂട്ട് അതിന് മാച്ച് ആയിട്ടുള്ള വാച്ചസ്. സൂട്ടിന് മാച്ച് ആയിട്ടുള്ള വാച്ച് അല്ല, കളേഴ്സിന് മാച്ച് ആയിട്ടുള്ള വാച്ചാണ്. ഇപ്പൊ നമ്മൾ ഇടുന്നത് 2-3 രീതിയിലാണ്. ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ബ്ലാക്ക് സൂട്ടാണ്, നമ്മളെപ്പോഴും പറയും ഡൈവേർജിങ് മെത്തേഡ് എന്ന് പറയും, കൺവേർജിങ് മെത്തേഡ്. അതായത് പുറത്തത്തെ ജാക്കറ്റ് ഡാർക്കർ ആയിട്ട് ഉള്ളിലേക്ക് വരുന്ന ഒരു ലൈറ്റർ ആയിട്ട്, അതായത് ജാക്കറ്റ് ഡാർക്കർ ഷർട്ട് വൈറ്റ്, അങ്ങനെയുള്ള കേസിൽ നമുക്ക് എന്ത് ചെയ്യാം, വി ക്യാൻ ഡു സിൽവർ ആയിട്ടുള്ള ആക്സസറീസ് ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്ലാസ് ആൻഡ് എലഗന്റ് ആയിട്ടുള്ള ലുക്ക് ആയിരിക്കും. എന്നാൽ ബ്രൈഡിന്റെ ഡ്രസ്സിൽ ഇതേപോലെ ഗോൾഡൻ എലിമെന്റ്സ് ആണെങ്കിൽ ഗോൾഡൻ വാച്ച് ആക്സസറീസ് ഉപയോഗിക്കും, പക്ഷേ സിൽവർ വുഡ് ബി നൈസ്. ബിസിനസ് ഫോമസിലാവുന്ന സമയത്ത് ഓവർ ഗോൾഡൻ കോപ്പർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഉപയോഗിക്കാതെ കുറച്ചുകൂടി സട്ടിൽ ആയിട്ടുള്ള സിൽവറിഷ് പോവാം, പെയിൽ ഗോൾഡ് വേണമെങ്കിൽ പോവാം, ഓറൽസ് ഡാർക്ക് ബ്രൗൺ ലെതേഴ്സ് വുഡ് ബി റിയലി നൈസ്. ബിസിനസ് കാഷ്വൽസിലാവുന്ന സമയത്ത് ലെതർ ഓർ സ്ട്രാപ്പ് വാച്ചസ് വുഡ് ബി റിയലി നൈസ്. എനി ഷെയ്ഡ്സ് മാച്ച് ചെയ്യുന്നതിനനുസരിച്ച് ഒറ്റ മെറ്റാലിക് എലമെന്റ് ആയിരിക്കണം എന്നുള്ള, മെറ്റാലിക് എല്ലാ കളർ ആണെങ്കിലും ഒറ്റ എലമെന്റ് ആണെങ്കിലും കാണാൻ ഭംഗിയുണ്ടാവും. കാഷ്വൽ വേഴ്സിന് സ്ട്രാപ്പ് വാച്ചസ് ഫോർ ഷുവർ. സ്പോർട്സിന് സ്പോർട്സ് വാച്ചസ് അല്ലേ നമ്മൾ അതിൻ്റെ എപ്പോഴും നമുക്ക് ഇപ്പോൾ ആപ്പിൾ വാച്ചസ് ഒക്കെ പോലെ നമുക്ക് എപ്പോഴും ഭയങ്കര സ്പോർട്ടി ആയിട്ട് അത് കുറച്ചുകൂടി ഫങ്ഷണൽ ഓറിയന്റഡ് ആണ്. നമ്മൾ ലുക്കിനേക്കാൾ ഉപരി കാണുന്ന സമയത്ത് ഇറ്റ് ഷുഡ് ബി ഫങ്ഷണൽ. ഓക്കെ, അപ്പം ഭയങ്കര മനോഹരമായിട്ടുള്ള സ്റ്റൈലിഷ് ഒരു കോൺവെർസേഷൻ ആയിരുന്നു. എല്ലാ അടിപൊളി ആശംസകളും. താങ്ക് യു.